അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ. ഒരുപാട് വാർത്തകളും ദിവസമാണ്, ഇടയ്ക്കൊരു സംഘർഷം അടക്കം ഒരുപാട് വാർത്തകളും ദിവസമാണ്. അപ്പോൾ ഉച്ചവരെയുള്ള വാർത്തകൾ സംക്ഷിപ്തം തലക്കെട്ടുകളായി വേണ്ടത്. ഇവിടെ നമ്മുടെ ജാസ്മിൻ ജേവിൻ, ജോസ്ഫിൻ ജോസഫ്, PR നന്ദനൻ, അഞ്ജന, റിൻസി മാനുവൽ, ഗ്രേസി സെബാസ്റ്റ്യൻ, വിപിൻ ബെന്നി, റാമി, ജിജു ഡാനിയൽ, അലി മണ്ണാർക്കാട്, ബ്ലസ്സി എൽദോ, മുസ്തഫ, ശ്രീലക്ഷ്മി സുരേഷ്, രാജേഷ് AR, ബാബു, തോമസ് ജോർജ് ഒലക്കാന്ന് കേട്ടോ പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഓക്കെ. ആശ ബെന്നി, അപ്പോൾ അങ്ങനെ സൗമ്യ ഷിബു, ഉഷ സുഹിത്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലക്ഷ്മി അർച്ചന, പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഈ ദിവസം അത്യാവശ്യം ഇനി അത്ര നല്ലതല്ലെങ്കിൽ ബാക്കി ഗംഭീരമാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. ആദ്യം പോകുന്നത് ഉത്സവത്തിലേക്ക് തന്നെയാണ്, കൊല്ലത്തേക്കാണ്, കൗമാര കലോത്സവത്തിലേക്കാണ്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും സംഘനൃത്തവും ഉൾപ്പെടെ ഗ്ലാമർ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 23 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നാടകവും കഥകളിയും ആദ്യ ദിവസത്തെ ആകർഷകമാക്കും. കലോത്സവ വേദിയിൽ നിന്നും സ്മിത ഹരിദാസ് ആദ്യം ചേരുകയാണ്. സ്മിതയിലേക്ക്. സ്മിത, അതിൻ്റെ പൂർണ്ണമായി ഇപ്പോൾ മത്സരങ്ങൾ എത്ര, പോയിന്റ് നില എത്ര എന്നതിനൊക്കെ അപ്പുറം അതിൻ്റെ കലോത്സവത്തിൻ്റെ പൂർണ്ണമായ വൈബിലേക്ക് ആശ്രാമ മൈതാനി വീണ് കഴിഞ്ഞോ? ഹാഷ്മി, ഭയങ്കര ചൂടാട്ടോ. പക്ഷെ ഞാനിങ്ങനെ ലൈവ് വരാൻ വേണ്ടി നിന്നപ്പോൾ നല്ല മനോഹരിയായിട്ട് ഇങ്ങനെ മോഹിനിയാട്ടത്തിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മത്സരാർത്ഥി പോണു. അപ്പൊ കയ്യോടെ പിടിച്ചതാ. മോളുടെ പേരെന്താ? ശ്രീദേവി. ശ്രീദേവിയുടെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തായിരുന്നു പെർഫോമൻസ്? മോഹിനിയാട്ടം അല്ല, എന്തായിരുന്നു അതിന്റെ ഒരു തീം? പല തീമുകളാണല്ലോ. ഗാന്ധാരി വിലാപം. ഗാന്ധാരി വിലാപമായിരുന്നു. സാഡ് അല്ലേ? എത്ര നാളായി ഇങ്ങനെ മോഹിനിയാട്ടം? ഞാൻ 3-ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കലോത്സവത്തിന് സ്ഥിരമായിട്ടുണ്ടോ? കഴിഞ്ഞ തവണ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. ഇനി വേറെ നൃത്തരൂപം? ഇല്ല. കണ്ണൂര് കല്ലേശ്ശേരി ഹയർ സെക്കൻഡറി. വീട്ടിലെല്ലാവരും ഇങ്ങനെ കലയോടൊക്കെ താല്പര്യമുള്ളവരാണോ? എൻ്റെ ചേച്ചി ഡാൻസ് ചെയ്യും, സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഈ മത്സരങ്ങളിൽ ഡാൻസ് നൃത്തരൂപങ്ങൾ തന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ പോകും. മോൾക്ക് ഇതാണോ ഏറ്റവും ഇഷ്ടം? അല്ല, എനിക്ക് ഭരതനാട്യമായിരുന്നു ഏറ്റവും ഇഷ്ടം. ജില്ല വരെ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം അഭ്യസിച്ച് തുടങ്ങിയിട്ടും കുറെ നാളായോ? ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു 2 സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ? ഏതാ ഗാന്ധാരി വിലാപത്തിലെ 2 ഇതൊന്ന് ചെയ്തോ? മതി. മതി മോളെ, ഈ ചൂടത്ത് നിർത്തി ഡാൻസ് കളിപ്പിച്ച്. ഏതായാലും എനിക്ക് അതിനൊരു സന്തോഷം മോളെ ഇവിടെ കണ്ടതിൽ. നമ്മൾക്കിനി വഴിയെ കൂടുതൽ നൃത്തങ്ങളും ഒക്കെ കാണാം. ഹാഷ്മി, താങ്ക് യു മോളെ, താങ്ക് യു. ഞാനിപ്പോൾ ഗാന്ധാരി വിലാപം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴഞ്ഞു, രണാങ്കണം, അത് ഓർമ്മ വരികയാണ് പെട്ടെന്ന് ഇപ്പം തന്നെ. രാവണപുത്രിയാണത്. അതോടൊപ്പം തന്നെ ഗാന്ധാരിയുടെ വിലാപം വരുമ്പോൾ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ കബന്ധങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ട ഗാന്ധാരിയുടെ സങ്കടം ഉണ്ടല്ലോ, വലിയൊരു സങ്കടമാണല്ലോ. അതിങ്ങനെ ഓർമ്മ വരികയായിരുന്നു ഹാഷ്മി. മറ്റൊരു കാര്യം പറഞ്ഞാൽ, അണ്ണാ എന്തൊരു ചൂടണ്ണ. ഇവിടെ നിന്ന് ഞങ്ങൾ പൊരിയാണ്, ഭയങ്കര ചൂടാണ്. ഇടയ്ക്കിങ്ങനെ നഗരസഭയുടെ കുടിവെള്ള ടാങ്കറുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇഷ്ടം പോലെ നമുക്ക് എല്ലായിടത്തും മൺകൂജകളിൽ കുടിവെള്ളം കുടിക്കാനെത്തിച്ചിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ആ രീതിയിലുള്ള എല്ലാ സഹകരണവും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ചയായതുകൊണ്ടാണ് ഈ പരിസരത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ, വന്നും പോയിരിക്കും. പക്ഷേ സദസ്സിലെ വേദിയിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ സദസ്സിൽ ഒരുപാട് പേര് കാണാനെത്തിയിട്ടുണ്ട്. വലിയൊരു പങ്കാളിത്തം തന്നെ കൊല്ലത്തുകാരുടെ ഭാഗത്ത് നിന്നുണ്ട്. അതുപോലെ നമ്മുടെ സംഘവും, നമ്മളൊരു 80 പേരുടെ സംഘം TTS സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഓൾ സെറ്റ്. നമ്മളെല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ ചൂടിനൊന്നും നമ്മളെ തളർത്താൻ പറ്റില്ല ഹാഷ്മി. അത് സംശയമില്ല, അത് തർക്കമില്ല. ഈ ചൂടിൽ നമ്മളങ്ങനെ വെയിലത്ത് വാടിപ്പോകുന്നവരല്ല.
അപ്പോൾ കട്ടയ്ക്ക് അങ്ങോട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെല്ലാം കട്ടയ്ക്ക് കൂടെയുണ്ട്, നമ്മളങ്ങോട്ടൊക്കെ വരും. സ്മിത, വലിയ ചൂടൊക്കെ ആണെങ്കിൽ കൂടിയും അവിടുത്തെ വലിയ കൗമാര മാമാങ്കത്തിന് സാക്ഷികളായി നിൽക്കുമ്പോൾ ആ ചൂടൊന്നും നമ്മളെ ഏശുന്നില്ല. മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ഓരോ സ്പന്ദനം എത്തിക്കുമ്പോഴേക്കും ഈ ചൂട് നമുക്കൊരു പ്രശ്നമല്ല. എന്തായാലും അവിടെ തുടങ്ങിക്കഴിഞ്ഞു, അവിടെ കേളികൊട്ട് ഉയർന്നു. ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും അവിടെ മത്സരവേദികൾ സജ്ജമാവുന്നു. ഇനി ഇവിടെ പവിത്രൻ പാതിരാപ്പറ്റ പറയുകയാണ്, എന്തായിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കപ്പ് കോഴിക്കോട് തന്നെ എത്തും, ആരെങ്കിലും പന്തയത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ആവേശത്തിലേക്കും ചൂടിലേക്കും ഒക്കെ കാര്യങ്ങൾ ആദ്യ ദിവസം തന്നെ പോവുകയും ചെയ്യുകയാണ്. എന്തായാലും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിഞ്ഞു. കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. കല പോയിന്റ് നേടാനുള്ള ഉപായമല്ല എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലം ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിക്കരികിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആഘോഷത്തിന് കൊടിയേറ്റി. നിറഞ്ഞുകവിഞ്ഞ സദസ്സിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയിച്ചു. കൊല്ലത്തെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 239 ഇനങ്ങളിൽ 14,000-ഓളം പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. പ്രധാന വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ടത്തോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത്. 24ന്റെ പ്രത്യേക പവലിയൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആവേശം ചോരാതെ കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24ഉം സജ്ജം. 24 കൊല്ലം. കെ വാസുദേവ് പൈ പറയുകയാണ്, ഹാഷ്മി, സി യുവർ TTS സിസ്റ്റം ഇൻ 24 ചാനൽ. ഐ വെരി മച്ച് ലൈക്ക് ദിസ് ന്യൂസ് സിസ്റ്റം. ഐ സീയിങ് ന്യൂസ് ഫ്രം ലണ്ടൻ. ഗുഡ് മോർണിംഗ് ഫ്രം ലണ്ടൻ എന്ന് പറയും. ചേട്ടാ, അതൊക്കെ ചെറുത്, അതിലൊക്കെ വലുത് വരായിരിക്കുന്നു. കുറേയധികം വിസ്മയങ്ങൾ പ്രേക്ഷകർക്കായി എന്തായാലും 24 ഒരുക്കുന്നുമുണ്ട് അവിടെ കൊല്ലത്ത് നിന്നും. ഇക്കൊരു കലോത്സവ ഉദ്ഘാടന വേദിയിൽ ആവേശമായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചെണ്ടമേളമാണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണയോടെ ആ കലാപ്രതിഭകളെ ഇന്ന് ലോകമറിയുകയാണ്. അതെ, ഇത്രയും പേരാണ് നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് സ്റ്റേജിൽ ആ ഒരു ചെണ്ടകൊട്ട് അവതരിപ്പിച്ച് നമുക്ക് ഇവരുടെ ഒക്കെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തായാലും നമുക്ക് കാണാൻ ഇത്രയും കുട്ടികളുണ്ട്. അവർക്ക് ആവശ്യമായ വാദ്യോപകരണങ്ങളൊക്കെയായി രാവിലെ തന്നെ വന്ന് എല്ലാ തരത്തിലുള്ള സജ്ജീകരണം പൂർത്തിയാക്കി സ്റ്റേജിൽ കയറി അടിച്ചു പൊളിച്ച് തകർത്ത് തന്നെയാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഒപ്പം 24-നൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇപ്പോൾ ഇവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായല്ലേ? അടിപൊളി. ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. എന്ത് തോന്നുന്നു? നന്നായി ചെയ്തോ? സൂപ്പർ. ഒരു ഉഷാറില്ലല്ലോ, ഉറക്കെ പറ. സൂപ്പർ. അപ്പോ ഇവർ എവിടെ നിന്നാണ് വരുന്നത് സാർ? ഇത് ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനാണ്. അദ്ദേഹം അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ വന്നതാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, ഏത് സ്കൂളാണ് സാർ ഇവർ? കോയിക്കൽ ഗവൺമെൻറ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവിടുത്തെ റിസോഴ്സ് ടീച്ചറായിട്ടുള്ള മിനി ടീച്ചറിൻ്റെ പ്രത്യേക ഇനിഷ്യേറ്റീവിലാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ, അവരെ നമ്മുടെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള ഒരു ഉൾവിളി സാധാരണ റിസോഴ്സ് ടീച്ചേഴ്സിനും അതിൻ്റെ പേരൻസിനും ഉണ്ട്. പൊതുസമൂഹത്തിനും മുഴുവൻ അതുണ്ടോ എന്ന് സംശയമാണ്. കുട്ടികളെ പഠിപ്പിച്ച നമ്മുടെ ആശാൻ കൂടെ ഉണ്ട്. ആശാന്റെ പേരെന്താ? രഞ്ജിത്ത്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, സന്തോഷമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവര് നന്നായി ചെയ്തോ? എന്ത് തോന്നുന്നു ആശാന്റെ പ്രകടനം? തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അപ്പൊ സന്തോഷമായോ അവിടെ പോയി വന്നിട്ട്? നന്നായി ചെയ്തല്ലേ? എന്ത് പറഞ്ഞു അമ്മ, അച്ഛൻ, ബാക്കി ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടോ? അവരെന്ത് പറഞ്ഞു? കൊള്ളാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്ത് തോന്നുന്നു ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ എല്ലാം ഒരുക്കി നമ്മളെ ഒരു സന്ദേശം കൂടിയാണല്ലോ നമ്മൾ ഈ പൊതുസമൂഹത്തിന് നൽകുന്നത്. അപ്പൊ ടീച്ചർക്ക് ഈ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വല്ലാത്ത സന്തോഷം, സംതൃപ്തിയൊക്കെ തോന്നിയായിരുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പൊതുവെ, ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയാണ്. അപ്പം നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ, എൻ്റെ കുട്ടികളെ കൊണ്ടൊന്നും പറ്റില്ല, എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞങ്ങൾ ഒന്ന് തിരിച്ച് ചിന്തിച്ചു. എനിക്കിഷ്ടമാണ് അങ്ങനെ. ഞാൻ പേരൻസിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സമ്മതിക്കുമായിരുന്നു.
ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം, പരാജയപ്പെട്ടാൽ നിർത്താം, നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് തന്നെയാണ് ടീച്ചർ, ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ ഇനീഷ്യേറ്റീവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കലാഭിരുചികളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നത്. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിൽ പങ്കെടുത്ത് വിജയിച്ച് സ്വന്തം ജില്ലയിലേക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ കലോത്സവ വേദിയിലേക്ക് എത്തിയത്. സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായി എത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. കുന്നോളം പ്രതീക്ഷകളുമായാണ് ഈ കാണുന്ന ഓരോരുത്തരും കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. വർഷങ്ങളോളം ഭരതനാട്യം അഭ്യസിച്ച ആത്മവിശ്വാസത്തിലാണ് കണ്ണൂരിൽ നിന്നും ജ്യോതിക എത്തുന്നത്. കോൺഫിഡൻ്റ് ആണ്, ഇവിടുന്ന് ഫസ്റ്റ് വാങ്ങിക്കണം തന്നെ ഉണ്ട് 3 ഐറ്റത്തിനും. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ഇതുണ്ട്, ഭയങ്കര കൊല്ലം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ആളുകളൊക്കെ. കൊല്ലം ജില്ലയെക്കുറിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മോണോ ആക്ടുമായാണ് കരുനാഗപ്പള്ളി സ്വദേശിനി മാളവിക ഇത്തവണ കലോത്സവ വേദിയിൽ എത്തുന്നത്. സാറ് ലാസ്റ്റ് മിനിറ്റിലാണ് വിളിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ചെയ്താലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കൊല്ലത്തിനെ പറ്റി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും കൊല്ലത്തിൻ്റെ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല, പുതിയതായിട്ട് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇതിലേ തന്നെ പഠിച്ച് കയറാമെന്ന് വിചാരിക്കുന്നു. 2 കഥകൾ ഒരേ സമയം പഠിച്ചെടുത്താണ് ഹരികൃഷ്ണന്റെ കലോത്സവ വേദിയിലേക്കുള്ള വരവ്. ജരാസന്ധൻ ആരാ? മഗധ രാജാവ് ജരാസന്ധൻ. വയസ്സായിരിക്കണു കേട്ടോ, വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിരിക്കണു. എന്തായാലും മൂത്ത് നരച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. വയസ്സുകാലത്ത് കന്യകയിലുള്ള മോഹം അങ്ങോട്ട് വിട്ടിട്ടില്ല, അതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് മോഹിച്ച് പുറപ്പെട്ടിരിക്കണത്. എന്താ ജരാസന്ധ, തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? കൂടിയെന്ന് വരും, അങ്ങനെയുള്ള കാലമാണ്. 16 വർഷത്തിനു ശേഷം കലോത്സവം സ്വന്തം നാട്ടിൽ എത്തിയ സന്തോഷത്തിലാണ് അഞ്ചൽ സ്വദേശിനി കൃഷ്ണേന്ദു. നമ്മുടെ നാട്ടിൽ 16 വർഷം കൂടി ഒരു കലോത്സവം വന്നത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഫസ്റ്റ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നല്ല മത്സരമാണ്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ച മത്സരമാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. കൊല്ലത്തെ കാണികൾ സാക്ഷികളാകാൻ പോകുന്നത് ചില്ലറ പ്രകടനങ്ങൾക്കല്ല, അരയും തലയും മുറുക്കി പ്രതിഭകൾ ഇറങ്ങുമ്പോൾ ഈ കാണുന്ന കാണികൾ അത് ഏറ്റെടുക്കും എന്ന കാര്യം ഉറപ്പാണ്, അല്ലേ? അതെ, ഒച്ചത്തിൽ അതെ അതെ അതെ. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ എല്ലാം ഉള്ളത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ ഇപ്പോൾ കലോത്സവ വേദിയിൽ ഊട്ടുപുരയിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ പഴയടത്തിൻ്റെ പാചകപ്പുര വളരെ സജീവമായി ഉയർന്നു. അവിടെ സദ്യയാണ്, പലതരം പായസങ്ങളൊക്കെ ഉണ്ട്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഇന്നത്തെ കറികൾ? ഷഫീദ് കേട്ടോ? ഹഷ്മി കേൾക്കുന്നുണ്ട്. ഹഷ്മി, ഉച്ച സമയമാണ്, വയറൊക്കെ പൊരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയിടത്തിന്റെ സദ്യയാണ് ഇത്തവണയും സ്കൂൾ കലോത്സവത്തിനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. അത് മന്ത്രിമാരായിട്ടുള്ള കെ എൻ ബാലഗോപാൽ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ഭക്ഷണം കഴിക്കുകയാണ്. ഈ കുട്ടികളുടെ അതേ പന്തലിൽ, നമ്മൾ നേരത്തെ തന്നെ പലതവണ പറഞ്ഞതാണ്, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പന്തലിലാണ് മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2 മന്ത്രിമാരുണ്ട്. മാത്രമല്ല മറ്റ് കൊല്ലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതികരണം അത് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കാം. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം, വളരെ നന്നായി തന്നെ പാചകം ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയടം നമ്പൂതിരിയുടെ വന്നിട്ടുണ്ട് മന്ത്രിയുടെ അടുത്തേക്ക്. ഏതായാലും മന്ത്രി, ഒരു കാര്യം, നമ്മൾ ഈ ഒരു പഴയടം സ്പെഷ്യൽ പായസമാണ്, അത് ഇക്കുറി നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ അതൊക്കെ വരും എന്നാണ് പറഞ്ഞത്. 2 പായസം ഉണ്ടല്ലോ. പായസം പാലടയാണ്. 5 ദിവസം പായസം, പാലട പായസം 5 ദിവസം പായസം ഉണ്ട്. എല്ലാം നല്ല കറികളാണ്. അതിനേക്ക് അച്ചാറ്, അവിയൽ, തോരനുണ്ട്, തീയലുണ്ട്, അച്ചാറ്, സാമ്പാർ, പരിപ്പ്. ഇതിനപ്പുറം നമ്മുടെ ഓണത്തിനുണ്ടാവും. ഓണത്തിന് സമാനമായ സദ്യ, സമാനമായ സദ്യയാണ്. ഭക്ഷണ കമ്മിറ്റി വളരെ നന്നായി തന്നെ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ഇപ്പം 11:30 മണിക്ക് ആരംഭിച്ചു. ഇപ്പൊ തന്നെ 5000 പേർ ഭക്ഷണം കഴിച്ച് കാണും. ഒരു 1000-ഓളം പറഞ്ഞ പാഴ്സൽ കൊടുത്തുവിട്ട് കാണും. വളരെ ക്യൂ ഇല്ല. എന്നാലും അവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്.
വന്നു കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് കിട്ടില്ല ഇരുന്ന് പിന്നെ സമയങ്ങളെ അങ്ങോട്ടേക്ക് കൊടുത്തു വിടും. അല്ല, കൾച്ചറൽ പ്രോഗ്രാം സ്ഥലത്ത് കുറച്ച് അരമണിക്കൂർ ഇരുന്ന് പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മന്ത്രി ഒരു കാര്യം കൂടെ, ഈ പായസം ഒന്ന് രുചിച്ച് നോക്കുമോ? പൈസ വരട്ടെ, ഇത് ചോറൊന്ന് കഴിഞ്ഞോട്ടെ. മന്ത്രി കെ എൻ ബാലഗോപാലോട് നമ്മളൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ കൊല്ലത്തെ ഒരു പഴയിടം രുചി, കൊല്ലത്തെ പഴയിടം രുചി എന്ന് പറയാം, എങ്ങനെയുണ്ട് സംഭവം? വളരെ നല്ലതാണ്. ഊണ് കഴിച്ചില്ലല്ലേ? കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. വളരെ നല്ല ഊണാണ്. രാവിലത്തെ കാപ്പിയും ഊണും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ചൂടോട് കൂടി കഴിക്കാൻ. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ്. എല്ലാം ഉണ്ട്. വീണ്ടും നിങ്ങൾ മാറിയാലേ ഇനി കൂട്ടം വല്ലതും കിട്ടും. സമാധാനത്തിൽ കഴിച്ചോ, കുഴപ്പമില്ല, സമാധാനത്തിൽ കഴിച്ചോ. പ്രധാന അതിഥി കൂടി ഇവിടെ ഉണ്ട്. അത് ഒരു രുചിയുടെ മറ്റൊരു കാഴ്ചയാണ്. അത് നമ്മുടെ ഷെഫ് പിള്ളയാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ ഷെഫ് പിള്ള കൂടി ഇതിൽ ചേരുന്നുണ്ട്. അതായത് പഴയിടം രുചി കഴിക്കാൻ എത്തിയതാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കണ്ടിട്ട് വന്നതാണ്, അങ്ങനെ കഴിക്കുകയാണ്. നമ്മൾ ഈ നിർമ്മാണം അടക്കം പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു വെജിറ്റേറിയൻ സദ്യ, എങ്ങനെയുണ്ട് സംഭവം? അസാധ്യമായ സംഭവമാണ്. ഗംഭീരം. തീർച്ചയായിട്ടും വന്ന് കഴിക്കേണ്ടത്. ഇതൊരു പ്രത്യേകമാണല്ലോ. 1,10,000 പേർക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ ഇതിലെ സാമ്പാർ പോലും ഞാൻ ആ കലവറയിൽ പോയി കണ്ടു. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫാക്ടറി പോലെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കഴിക്കുന്ന ആ ഒരു ഭക്ഷണം ഇപ്പോൾ 100 പേർക്കും 1000 പേർക്കും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വ്യത്യാസമായിട്ടാണ് ഇത്രയും കഷ്ണങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ടാക്കുക. ഷെഫുള്ള വീട്ടിൽ വരുമ്പോഴത്തേന് കായൽ മീൻ, കടൽ മീൻ, അത് ഗംഭീരമാണ് ആ സാധനം. പക്ഷേ ഇവിടെ ഈ വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്നു, അതിന്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടിരുന്നു? കണ്ടിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു. എല്ലാം നല്ല ഒരു രീതിയിലാണ് കഴിച്ചോളൂ. നമ്മൾ കഴിക്കുന്നതിനിടെ ശല്യപ്പെടുത്തുന്നില്ല. ഷെഫ് പിള്ളയാണ് നമ്മളോടൊപ്പം ചേർന്നത്. ലക്ഷ്മി, അങ്ങനെ വലിയ തിരക്കുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആ രുചിയുടെ ഒരു വലിയ പെരുമയുണ്ട്. പഴയിടം രുചി, അത് രുചിക്കുകയാണ് മന്ത്രിമാരും അതേപോലെ തന്നെ വിശിഷ്ടാതിഥികളും. ലക്ഷ്മി, അപ്പോൾ ഷഫീദ് റാവത്താണ് ഊട്ടുപുരയിൽ നിന്ന് അതിന് വിവരങ്ങൾ നൽകിയത്. നല്ല ഭക്ഷണം ഒക്കെ, അത്യം നല്ല ഭക്ഷണമാണ്, നല്ല സദ്യയാണ്, നല്ല പായസമൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഓരോ തരം പായസമാണ്. അപ്പോൾ കുട്ടികൾ വേറെ വേറെ ഭക്ഷണം കഴിക്കട്ടെ. അവരുടെ കലാപ്രകടനം വളരെ ഭംഗിയായി അവർ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഇവിടെ ഒരു പ്രേക്ഷക സ്വാമി പറയുന്നു, ഭക്ഷണം മുഖ്യം ബിഗിലെ എന്ന് പറയുന്നു. ശരിയാണ്, ഭക്ഷണമാണല്ലോ മുഖ്യം. ലില്ലി ചോളിൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കലോത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. ഇത് കാണുമ്പോൾ വീണ്ടും ഒരു സ്കൂൾ കുട്ടിയാകാൻ മോഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വട്ടം കൂടിയ നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊക്കെ ഒരു പാട്ട് ലില്ലി ചേച്ചിയുടെ പശ്ചാത്തലത്തിൽ എന്തായാലും കേൾക്കുന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആശ്മീന്ന് 3-4 പ്രാവശ്യം ചോദിച്ചു, പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗവും നാടകവും ഒക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജിയ ഇപ്പോൾ ഓർക്കുമ്പോൾ. കൊല്ലത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും പോകുന്നുണ്ട്, ഒരു ദിവസം എന്തായാലും പോകുന്നുണ്ട്. അവിടെ നമ്മളെന്തായാലും അവിടെ നിന്നും കാണും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ തൽക്കാലം കൊല്ലത്തെ കലാകാഴ്ചകൾ തൽക്കാലം ഒന്നിറങ്ങി നമ്മൾ തൃശ്ശൂരിലേക്കൊന്ന് പോകുന്നു. അവിടെയും ഒരു ഷോ കഴിഞ്ഞു. ഷോ പക്ഷേ തീർന്നിട്ടില്ല. പ്രധാനമന്ത്രി പ്രസംഗിച്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ചാണകവെള്ളം തളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസുകാരെ തടഞ്ഞു BJP. പ്രവർത്തകർ ഏറ്റുമുട്ടി. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. BJP പ്രവർത്തകർ മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേദിയിരുന്ന സ്ഥലത്ത് ചാണകവെള്ളം തളിച്ചു പ്രതിഷേധിക്കാനെത്തിയത്. വേദിക്ക് മുന്നിലെ കവാടത്തിന് സമീപം പ്രവർത്തകരെ യുവമോർച്ച BJP പ്രവർത്തകർ തടഞ്ഞു. സമാധാനപരമായ സമരമായിരിക്കുമെന്നതിനാൽ കുറച്ച് പോലീസുകാർ മാത്രമേ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യുവമോർച്ച പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി നേരിട്ടു. പോലീസ് ഇടപെട്ട് സംഘർഷം നിയന്ത്രിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചു. ക്ഷേത്ര മൈതാനിയിൽ ഉണ്ടായിരുന്ന പന്തലിന്റെ അവശിഷ്ടങ്ങളും ഇരുമ്പ് പൈപ്പും വടികളും കല്ലുകളും ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു അക്രമം. ജില്ലാ പ്രസിഡന്റിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ അടക്കമുള്ളവർ പട്ടികയുമായി പ്രവർത്തകരെ നേരിട്ടു. പിന്നീട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് സ്ഥലത്തുനിന്ന് അറസ്റ്റ് ചെയ്തു നീക്കി. എന്നാൽ സംഘർഷമഴിച്ചുവിട്ട BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായതുമില്ല. ജനാധിപത്യ സമരങ്ങളെ ഫാസിസ്റ്റ് രീതിയിൽ BJP നേരിടുന്നുവെന്ന് KSU ആരോപിച്ചു. ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുക, മാന്യമായി തിരിച്ചു പോവുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. കാരണം ഞങ്ങൾ അതിനുവേണ്ടി മാത്രം സജ്ജീകരണമായിട്ട് വന്നു. ഇനി ഇതൊരു അക്രമത്തിലേക്കാണെങ്കിൽ ആ അക്രമ രീതിയിൽ തന്നെ നേരിടുന്നതിന് ഞങ്ങൾ തീരുമാനിക്കും. എന്നാൽ ആഭാസകരമായ സമരവുമായി വന്നാൽ ഇനിയും ആക്രമിക്കുമെന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ പ്രതികരണം. ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി
മഠത്തിൽ വരവ് തുടങ്ങുന്ന സ്ഥലത്ത് ആ ആൽമരം മുറിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി വരുന്നതിനാണ് മുറിച്ചത്. അത് ഈ ഡിസംബർ 22-ന് ഈ മരം വീണതിന് ശേഷം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലുള്ള ദേവസ്വം ബോർഡ് സ്ഥലത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായ അക്രമം അഴിച്ചുവിട്ട BJP പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസിനുള്ളത്. 24 തൃശൂർ. അപ്പോൾ അത് അങ്ങനെ തുടരുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങളുണ്ട്. ഇവിടെ പ്ലാസിഡ് ജോസഫ് പറയുകയാണ്, അവിടുത്തെ ഭക്ഷണം കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എനിക്ക് തോന്നി കേട്ടോ, സത്യമായിട്ട് എനിക്ക് തോന്നി. ഭക്ഷണം കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു. വസന്തകുമാരി, ഷഫീദ് താങ്കളും കഴിക്കൂ പഴയടത്തിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു. ഷഫീദും കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ നല്ല പെരും ചൂടാണ്, കൊടും ചൂടാണ്. അപ്പോൾ റിപ്പോർട്ടർമാരൊക്കെ ചൂടത്ത് നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യണം, നല്ല എരിപൊരി ചൂടാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കും എന്ന് കരുതുകയാണ്. അതിനുശേഷം എന്തായാലും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ ചങ്കൂറ്റമുണ്ടോ എന്ന് മോദിക്ക് മന്ത്രി കെ രാജന്റെ വെല്ലുവിളി. കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മണിപ്പൂരിലെ സ്ത്രീകളോട് മോദി മാപ്പ് പറയണം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. തൃശൂരിലെ മഹിളാ സംഗമത്തോടെ പ്രധാനമന്ത്രിയെ കളത്തിലിറക്കി കേരളത്തിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് തുടക്കമിടുകയാണ് BJP. സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള മോദിയുടെ പരാമർശങ്ങൾ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും തിരിഞ്ഞു. പ്രധാനമന്ത്രി അപസർപ്പകതകൾ ഉണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ സ്പർശിക്കാൻ കേന്ദ്ര ഏജൻസികൾക്കായില്ലെന്നും മന്ത്രി കെ രാജൻ. EDയും എൻഫോഴ്സ്മെന്റും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ആറാട്ടും നടത്തിയിട്ടും 7.5 കൊല്ലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അപസർപ്പക കഥകൾ, ഞങ്ങൾ ഇതിനെ ഭയപ്പെടുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ 2 കൈകളും ശുദ്ധമാണ്. തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ CPIM ശ്രമമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത്. ED അന്വേഷണം എവിടെ ഇപ്പോൾ എഴഞ്ഞു നീങ്ങുകയാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ CPM സംഘപരിവാർ നടത്തുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതുണ്ടാവും. കേരളത്തിലല്ല മണിപ്പൂരിലാണ് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിനെതിരായ മോദി പരാമർശങ്ങളിൽ മന്ത്രിമാരടക്കം കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ CPIM BJP ബന്ധമുയർത്തിയാണ് കോൺഗ്രസിന്റെ മറുപടി. 24 തിരുവനന്തപുരം. ആശാവി പറയുകയാണ്, ആഷ്മി കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. എൻ്റെ നാട് വയനാടാണ്, പുൽപ്പള്ളി. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അറിയിക്കുന്നു. ലില്ലി പറയുന്നു, ആഷ്മി സംഗീതം തന്നെയായിരുന്നു എൻ്റെ ഐറ്റം. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും സ്കൂൾ ജില്ലാതലത്തിൽ കുറേ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സഹോദരൻ തന്നെയായിരുന്നു എൻ്റെ മുഖ്യ എതിരാളി. അപ്പോൾ പലർക്കും കലോത്സവ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ പഴയ അവരുടെ ഓർമ്മകളും അവരുടെ സ്കൂൾ കാലവും കലോത്സവ കാലമൊക്കെ ഓർമ്മ വരികയാണ്. എനിക്കും അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കലോത്സവത്തിനും അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഒരുപാട് സന്ദേശങ്ങൾ അയക്കൽ തുടരുക. ഇനി നമ്മൾ സാമ്പത്തിക രംഗത്തെ പ്രധാന വാർത്തകളും ഓഹരി വിപണിയിലെ വിശേഷങ്ങളുമായി മാർക്കറ്റ് വ്യൂ ആണ്. ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നു. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിന്റെ ഇൻട്രാഡേ മൂഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തുടർച്ചയായ 2 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഓഹരി വിപണികളിൽ ഉണർവ്. ഉച്ചവ്യാപാരത്തിലും തിളങ്ങി സെൻസെക്സും നിഫ്റ്റിയും. മികച്ച നേട്ടമുണ്ടാക്കി ലാർജ് ക്യാപ് ഓഹരികൾ. BSE മിഡ് ക്യാപ്, BSE സ്മോൾ ക്യാപ് ഓഹരികളും നേട്ടത്തിൽ. ഒക്ടോബർ പാദഫലങ്ങൾ ഉറ്റുനോക്കി നിക്ഷേപകർ. രാജ്യത്തെ വായ്പാ കുടിശ്ശികയുടെ കണക്കുകൾ പുറത്തുവിട്ട് റിസർവ് ബാങ്ക്. 92% കുടിശ്ശികയും ഭവന, വ്യക്തിഗത, വാഹന, ക്രെഡിറ്റ് കാർഡ് വായ്പകളെന്ന RBI ഡേറ്റ. ഈടില്ലാത്ത വായ്പകളിൽ വൻ വളർച്ച. വ്യക്തിഗത വായ്പകളിൽ 22% വർധന. ക്രെഡിറ്റ് കാർഡ് ചെലവ് 28% കൂടിയെന്നും RBI റിപ്പോർട്ട്. ഈടില്ലാത്ത വായ്പകളെ കുറിച്ച് ആശങ്കയില്ലെന്ന് SBI ചെയർമാൻ ദിനേശ് ഖാര. സുരക്ഷിതമല്ലാത്ത വായ്പകൾ 35 ലക്ഷം കോടിയിൽ നിന്ന് 2 ലക്ഷം കോടിയായി കുറഞ്ഞെന്ന് ഖാര. പരാമർശം ക്രെഡിറ്റ് കാർഡുകൾക്കും വ്യക്തിഗത വായ്പകൾക്കുമുള്ള മാനദണ്ഡങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കിയതിനു പിന്നാലെ.
ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ നടപടിയുമായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വാലറ്റിലേക്ക് മാറ്റാൻ നടപടി. ഡിജിറ്റൽ റുപ്പി ആപ്പിൽ 100% രജിസ്ട്രേഷൻ ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. വിമാനയാത്രക്കാർക്ക് ആശ്വാസം. ടിക്കറ്റിലെ ഇന്ധന ചാർജ് ഒഴിവാക്കി ഇൻഡിഗോ. വിമാന ഇന്ധന വില വർധനയെ തുടർന്ന് ടിക്കറ്റ് ചാർജിൽ ലെവി ഏർപ്പെടുത്തിയത് പോയ വർഷം ഒക്ടോബറിൽ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ അനുകൂല വിധിക്ക് പിന്നാലെ ആസ്തിയിൽ മുന്നേറി അദാനി കുടുംബം. കുടുംബ ആസ്തിയിൽ അംബാനി കുടുംബത്തെ പിന്തള്ളി. അദാനി കുടുംബത്തിന്റെ ആസ്തി 8.98 ലക്ഷം കോടിയിൽ നിന്ന് 9.38 ലക്ഷം കോടിയായി ഉയർന്നു. അംബാനി കുടുംബത്തിന്റെ ആസ്തി ഇന്നലെ 9.38 ലക്ഷം കോടിയിൽ നിന്ന് 9.28 ലക്ഷം കോടിയായി കുറഞ്ഞു. വ്യക്തിഗത ആസ്തിയിൽ ബ്ലൂംബർഗ് റിയൽ ടൈം കോടീശ്വര പട്ടികയിൽ 1-ാം സ്ഥാനം തുടർന്ന് മുകേഷ് അംബാനി. എന്തായാലും വിപണികൾ തിരിച്ചു കയറുകയാണ്. റിയാലിറ്റി ഓഹരികൾ വൻ കുതിപ്പിലാണ്. JP മോർഗൻ ഇന്ത്യൻ IT കമ്പനികളുടെ റേറ്റിംഗ് ഉയർത്തിയത് തുടക്കത്തിൽ നേട്ടമായി. അതിനുശേഷം IT ഓഹരികൾ ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് JLRൽ നിന്ന് വരുമാനം കൂടുമെന്ന് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് വന്നിരുന്നു. അതേ തുടർന്ന് അതിൻ്റെ ഒരു ആനുകൂല്യം ടാറ്റ മോട്ടോഴ്സിനുണ്ടായി. പിന്നീട് ക്രൂഡ് വില കൂടിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $78 മുകളിലാണ് ബാരലിന് തുടരുന്നത്. നമുക്ക് എന്തായാലും മാർക്കറ്റിലെ ആ ഒരു തത്സമയ വിവരങ്ങളൊന്ന് നോക്കാം. ഇനി നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വാരത്തിൽ ചൊവ്വയും ബുധനും നഷ്ടത്തിലായിരുന്നു ദേശീയ ഓഹരി വിപണിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇപ്പോൾ ഇത് പച്ച തിളങ്ങി നിൽക്കുകയാണ്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 144 പോയിന്റ് കൂടി 21,662 നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് 21,605 അപ്പോൾ 21,500 എന്ന് പറയുന്ന മാനസികമായ നിക്ഷേപകർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒക്കെ കടന്നിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 21,672 അപ്പോൾ നിഫ്റ്റി തിളങ്ങുകയാണ്. ഇനി നിഫ്റ്റി ബാങ്കുകളിലേക്ക് വന്നാൽ ബാങ്ക് ഓഹരികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ 436 പോയിന്റ് 450 പോയിന്റ് ഒക്കെ കൂടിയിരുന്നു. ഇടയ്ക്ക് കൂടി 48,141 വ്യാപാരം നടക്കുന്നത്. ഇനി നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും ഇതേപോലെ തന്നെയാണ്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും ഒരു ഇടിവാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളിൽ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചില നിക്ഷേപകരെങ്കിലും സംശയിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെയും 223 പോയിന്റ് കൂടി 21,479 വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാജിക്കൽ പോയിന്റ് 72,000 എന്ന് പറയുന്ന മാജിക്കൽ പോയിന്റിൽ നിന്ന് കുറഞ്ഞെങ്കിലും 485 ഇടയ്ക്ക് 500 പോയിന്റ് ഒക്കെ കൂടിയിരുന്നു. 500 പോയിന്റ് ഒക്കെ കൂടി 71,841 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം അത് ഏറി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ മൂഡിലും നിഫ്റ്റിയും സെൻസെക്സും എന്തായാലും വളരെ നിക്ഷേപകർക്ക് അനുകൂലമായ രീതിയിലാണ് വ്യാപാരം തുടരുന്നത്. ചില IT ഓഹരികൾക്ക് തുടക്കത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇനി നമ്മൾ US ഡോളറിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ US ഫെഡറൽ റിസർവിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. റിപ്പോർട്ടിന് ശേഷം US ഡോളർ കരുത്തിലായിരുന്നു രാവിലെ നമ്മൾ നോക്കുമ്പോൾ. അതായത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു US ഡോളറിന് 83 രൂപ 30 പൈസയായിരുന്നു കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് 83 രൂപ 23 പൈസയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ന് നടത്തുന്ന വ്യാപാരത്തിലൊക്കെ പേയ്മെന്റ് കുറവ് കൊടുത്താൽ മതി അമേരിക്കൻ ഡോളറിൽ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിലേക്ക് പോകാം. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പ്രിൻസ് ജോർജ്, ആ ഒരു ഓഹരി വിപണി ഒരു തിരുത്തലിന്റെ പാതയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നല്ല കയറ്റമാണ് കാണുന്നത്. 500 മുകളിൽ സെൻസെക്സ് കൂടുന്നു. അതുപോലെ നിഫ്റ്റി ആണെങ്കിലും അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്നു. പല ഓഹരികളും പ്രത്യേകിച്ച് ഈ ബാങ്ക് ഓഹരികളൊക്കെ ഈ വർഷം ബാങ്ക് ഓഹരികളിൽ നിക്ഷേപിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ നന്നായി പോകുന്നു. പക്ഷേ ഇന്നലെ ഈ മെറ്റൽ ഓഹരികളിൽ അടക്കം ഒരു ഇടിവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രാഡേ മൂഡ് എന്ന് പറഞ്ഞാൽ? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇൻട്രാഡേ മൂഡ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മാർക്കറ്റിന്റെ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് 100 പോയിന്റോളം. അവിടെ നിന്ന് പക്ഷേ മാർക്കറ്റ് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് ഒരു 50 പോയിന്റോളം നിഫ്റ്റി മുകളിലേക്ക് പോയി. അതായത് 21,650 ലെവലിലേക്ക് പോയി. അവിടെ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50-60 ലെവലിലേക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിങ്ങോ താഴേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ കണ്ടില്ല ഇന്നത്തെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രെൻഡിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 ഈ ഇയർ 2024 തുടങ്ങിയതിന് ശേഷം മൺഡേ തൊട്ടുള്ള 3 ട്രേഡിംഗ് ഡേയിലും മാർക്കറ്റ് താഴേക്ക് എന്നുള്ള ഒരു രീതിയിലായിരുന്നു, ഒരു കറക്ഷനിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഇന്നലെ ആ കറക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ആയിട്ട് മാറുകയും ചെയ്തിരുന്നു. ആ ട്രെൻഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ, ഇപ്പൊ DLF, ഗോദ്രേജ് പ്രോപ്പർട്ടി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, അങ്ങനെ നിരവധി റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ
വലിയ തോതിലുള്ള ബൈക്ക് കാണുന്നു എന്നുള്ളതാണ്. അവയെല്ലാം പുതിയ ഹൈയിലേക്ക് പോയി. അതേപോലെ തന്നെ അക്രോസ് ദ ബോർഡ്, ഇപ്പൊ ബാങ്കിങ്ങിനെ പറ്റി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. ബാങ്കിങ് ഓഹരികളെ പറ്റി ഒരു സംശയവും വേണ്ട കേട്ടോ. ബാങ്കിങ് ഓഹരികളിൽ പലതും ഇന്നത് നല്ല രീതിയിലാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്. ഒരു ദിവസം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ചെറിയ കറക്ഷൻ ഉണ്ടായെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നല്ല ബാങ്കിങ് ഓഹരികൾ, ഇപ്പൊ ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയൊക്കെയുള്ള മികച്ച ഓഹരികൾ ഇപ്പോഴും വാല്യുവേഷൻ വൈസ് അങ്ങനെ വലിയൊരു ഹൈ ലെവലിലൊന്നുമല്ല. മാർക്കറ്റിന് മുകളിലേക്ക് പോകാവുന്ന ഒരു ലെവലിൽ തന്നെയാണ്. HDFC ബാങ്ക് HDFCയുമായിട്ടുള്ള മെർജർ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല ഗ്രോത്തും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ലോങ് ടൈം പ്രോസ്പെക്ട്സിനെ പറ്റി ഒന്നും യാതൊരു സംശയവും വേണ്ട. ബാങ്കിങ് ഇൻഡെക്സിനെ പറ്റി പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുമ്പോൾ ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. ഇന്ന് കാണേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ച കഴിഞ്ഞത്തെ സെഷനിൽ ഇൻട്രാഡേ ബേസിസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ അതോ വീണ്ടും ഒരു ഹൈയിലേക്ക് പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും വാച്ച് ചെയ്യുന്ന സംഗതി. ശരി, താങ്ക് യു വെരി മച്ച് ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും ഓഹരി വിപണിയിൽ ഒരു IPO കാലം കൂടിയാണ് വരാൻ പോകുന്നത്. ഓയോ, ഓല, സ്വിഗ്ഗി ഒക്കെ ഓഹരി വിപണിയിലേക്ക് വരുന്നുണ്ട്. അതിലൊക്കെ നിക്ഷേപിക്കാൻ നമുക്കൊക്കെ സാധ്യതകളുണ്ട്. നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത സങ്കടകരമായ വാർത്തയാണ്. തിരുവനന്തപുരം വെള്ളനാട് ഉറിയാക്കോൾ 1 വയസ്സുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് വാർത്ത. മാനസികാസ്വാസ്ഥ്യമുള്ള സഹോദരിയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. എന്തൊക്കെ വല്ലാത്ത വാർത്തകളാണോ വരുന്നത്. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, ശാന്തൻ, ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ്. പരിപാടികൾ കവർ ചെയ്യാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനും ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ആളാണ്, ആരും അറിഞ്ഞില്ല അതൊന്നും എന്ന് പറയുകയാണ്. ശരിയാണ്, 100% ശരിയുമാണ്. YS ശർമ്മള കോൺഗ്രസിൽ. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ YS ശർമ്മള കോൺഗ്രസിൽ ചേർന്നു. ശർമ്മളയുടെ പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. മതേതര പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ മണിപ്പൂർ സംഘർഷം സംഭവിക്കില്ലായിരുന്നു എന്ന് YS ശർമ്മള പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പും ഭാരത് ന്യായയാത്ര ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ AICC ഭാരവാഹി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ YS ശർമ്മളയെ സ്വീകരിച്ചു. പിന്നാലെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുന്നുവെന്ന് ശർമ്മളയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമ്മളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ചതിനു സമാനമായ രാഷ്ട്രീയ നീക്കമാണ് ആന്ധ്രയിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശർമ്മളയ്ക്ക് സുപ്രധാന ചുമതലകൾ നൽകാനാണ് നീക്കം. 2009 YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ആന്ധ്രയിൽ കോൺഗ്രസിന് കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് YSRന്റെ ഭാര്യ YS വിജയമ്മ ജഗനെയും ശർമ്മളയും കൂട്ടി പാർട്ടി വിട്ടത്. ഇന്ന് പാർട്ടിയിലേക്ക് തിരിച്ചുവരുമ്പോൾ തെലങ്കാന മാതൃകയിൽ തിരിച്ചുവരവാണ് ആന്ധ്രയിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരത് ന്യായയാത്ര ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന നിർണായക യോഗമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. 24 ഡൽഹി. ഇവിടെ ഒരു വയനാടൻ കോമഡി ചോദിക്കുന്നു. ഹാഷ്മി, ഒരേ ഒരു ചോദ്യം. ഈ കലോത്സവത്തിൽ ഉണ്ടാക്കുന്ന സദ്യ എല്ലാവർക്കും കഴിക്കാൻ പറ്റും? എല്ലാവരും കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ്. ഇനി അങ്ങനെ അല്ലെന്നാണ് ഞാൻ പറയാം കേട്ടോ. അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ ED. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്ന് ആം ആദ്മി പാർട്ടി. തനിക്കെതിരെ EDയുടെ പക്കൽ തെളിവില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും തന്നെ മാറ്റി നിർത്താനാണ് BJPയുടെ ലക്ഷ്യമെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇന്ന് റെയ്ഡ് നടത്തുമെന്ന് അഭ്യൂഹമെന്നും വീണ്ടും സമൻസ് നൽകുമെന്നും ED വൃത്തങ്ങൾ അറിയിച്ചു. കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ED അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്നും അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുമുള്ള കുറിപ്പ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷിയാണ് എക്സിലൂടെ ആദ്യം പങ്കുവച്ചത്. മറ്റ് ആം ആദ്മി നേതാക്കളും പ്രതികരണവുമായി എത്തി. പ്രചരണം അഭ്യൂഹങ്ങൾ മാത്രമെന്നും കെജ്രിവാളിന്റെ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടത്താൻ പദ്ധതിയില്ലെന്നും ED വൃത്തങ്ങൾ അറിയിച്ചു. 3 സമൻസുകളും കെജ്രിവാൾ അവഗണിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് നൽകുമെന്നും ED. തന്നെ അറസ്റ്റ് ചെയ്യാനും പ്രതിച്ഛായ തകർക്കാനുമാണ് BJPയുടെ നീക്കമെന്ന് അരവിന്ദ് കെജ്രിവാൾ. जो कुछ भी चल रहा है बहुत खतरनाक है. ये हमारे जनतंत्र के लिए बहुत गलत है. इसे रोकना होगा. मैं हमेशा देश के लिए लड़ा हूँ. मेरा तन मन धन देश के लिए है. मेरी एक एक सांस देश के लिए है. मेरी खून की एक एक बूंद देश के लिए है. मेरे शरीर का एक एक कतरा देश के लिए समर्पित है. हमें मिलकर देश को बचाना है. मैं पूरी जी जान से इनके खिलाफ लड़ रहा हूँ. आपका साथ चाहिए. നിയമപരമായി നൽകുന്ന സമൻസിനോട് സഹകരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി. ഡൽഹി മൊഹല്ല ക്ലിനിക്കുകൾക്ക് എതിരായ വ്യാജ ലാബ് ടെസ്റ്റ് അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. 24 ഡൽഹി.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ വീണ്ടും കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഭരണവും സമരവും ഒരുപോലെ കൊണ്ടുപോകുന്ന ആളാണ് ഈ ഝാഡുവാല എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ. ഝാഡുവാല അല്ലല്ലോ, എന്താണ് പറയുക, ചൂല്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ നടന്ന് അത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഭരണവും സമരവും ഒരുപോലെ എങ്ങനെ കൊണ്ടുപോകുന്ന വളരെ നന്നായി അറിയാവുന്ന ആളാണ്. അത്ര പെട്ടെന്ന് കീഴടങ്ങുന്ന ആളല്ല അരവിന്ദ് കെജ്രിവാൾ. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതളവിൽ ഈ പറയുന്ന ഡൽഹിയിലെ മഫ്ലർമാൻ്റെ പോരാട്ടം പോകുമെന്ന കാര്യം. തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ നീതി തേടി കുടുംബം. തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കടക്കൽ സ്റ്റേഷനിലെ CPO നവാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിവരം ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. കേസിൽ പ്രതികളെ പിടികൂടാത്തതിനെതിരെ നിരാഹാര സമരം നടത്താനാണ് കുടുംബത്തിന്റെ നീക്കം. പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് കാണിച്ച് തിരുവല്ലം SHO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലം റൂറൽ SP യാണ് നവാസിനെ സസ്പെൻഡ് ചെയ്തത്. നവാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് വിലയിരുത്തൽ. ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട്. അതേസമയം പ്രതികളെ പിടിക്കുന്നതിൽ പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഷഹനയുടെ കുടുംബം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. നിരാഹാര സമരം ഇരിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് സമരപരിപാടികളെക്കുറിച്ച് കുടുംബം ആലോചിക്കും. പ്രതികൾക്കായുള്ള പോലീസ് പരിശോധന തുടരുകയാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സംസ്ഥാനത്തിന് പുറത്തേക്ക് തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം ഇതിനോടകം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇതാണല്ലേ ആരോ ചോദിച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ കഴിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംഘാടകർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകർക്കടക്കമുള്ളവർ കൂപ്പണൊക്കെ ഉണ്ട്. കൂപ്പൺ വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടേ കാര്യം പോകരുത് പ്ലീസ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി പോരുത്. അപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് പകർപ്പ് CPIM ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് മിനിറ്റ്സ് വിവരങ്ങൾ കൈമാറിയതെന്ന് സുനിൽകുമാർ EDക്ക് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ CPIM നേതാക്കളെ ചോദ്യം ചെയ്യും. കേസിൽ ED അറസ്റ്റ് ചെയ്തിട്ടുള്ള PR അരവിന്ദാക്ഷിന്റെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെച്ചു. സഹകരണ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് വായ്പകൾ അനുവദിക്കാൻ CPIM രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള EDയുടെ ചോദ്യങ്ങൾക്കാണ് പാർട്ടി മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായ TR സുനിൽകുമാറിന്റെ നിർണായക മൊഴി. പാർലമെന്ററി കമ്മിറ്റി സബ് കമ്മിറ്റി യോഗങ്ങളുടെ മിനിറ്റ്സ് എഴുതി സൂക്ഷിക്കാറുണ്ട്. ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തിരുന്നത് പാർട്ടിയാണ്. മിനിറ്റ്സുകൾ സൂക്ഷിച്ചിരുന്നത് സബ് കമ്മിറ്റി കൺവീനർമാരും പാർലമെന്ററി കമ്മിറ്റി കൺവീനർമാരുമാണ്. പാർലമെന്ററി കമ്മിറ്റിയിൽ ഭരണസമിതി അംഗങ്ങളും ഏരിയ കമ്മിറ്റി നിശ്ചയിക്കുന്ന കൺവീനറുമാണുള്ളത്. മുൻ MPയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിന്റെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിതല അന്വേഷണം നടന്നപ്പോൾ സമാന്തര മിനിറ്റ്സുകൾ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചെന്നും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസ് സെക്രട്ടറിയെയാണ് മിനിറ്റ്സ് ഏൽപ്പിച്ചത്. സുനിൽകുമാർ നേരിട്ടാണ് കൈമാറിയത്. പാർലമെന്ററി സബ് കമ്മിറ്റി കൺവീനർമാർ മിനിറ്റ്സ് വീട്ടിൽ കൊണ്ടുപോകാനുള്ള മടി കാരണം സുനിൽകുമാറിനെ ഏൽപ്പിക്കുകയും സുനിൽകുമാർ ഇത് ബാങ്കിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തു പോന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ EDയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോഴാണ് മാപ്പുസാക്ഷിയുടെ മൊഴി പുറത്തുവരുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സഞ്ജിത് P പറയുകയാണ്, ഹാഷ്മി കലാലയ ഭക്ഷണശാലയിൽ നിന്ന് അത് കഴിയും വരെ ലഹരി ഉപയോഗിക്കാത്ത നിരാലംബർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാവങ്ങളോ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്കൊക്കെ ഭക്ഷണം അവിടെയുണ്ട്. അതല്ലാതെ പൊതുജനങ്ങൾക്ക് കൂപ്പണില്ലാത്തവർക്ക് അങ്ങോട്ടേക്ക് പോയാൽ ഭക്ഷണം ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതുവർഷ ആഘോഷത്തിനിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. മദ്യപാനത്തിനിടെ വീടിൻ്റെ ടെറസിൽ നിന്ന് താഴെ വീണ മധ്യവയസ്കൻ മരിച്ചു എന്നുള്ളതാണ്. തടമ്പാട്ടുതാഴം സ്വദേശി അബ്ദുൽ മജീദാണ്, 60 വയസ്സ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നാണ് മരണം. തടമ്പാട്ടുതാഴം സ്വദേശി അരുൺ ചേവായൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുമാണ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഉറപ്പായും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാണ്. കാര്യം അവിടെ കലോത്സവം ഊട്ടുപുരയിലെ ചൂട് ഭക്ഷണത്തിൻ്റെയും നല്ല തീയലിൻ്റെയും നല്ല അവിയലിൻ്റെയും ഒക്കെ കാണുമ്പോൾ സ്വാഭാവിക ഭക്ഷണം കഴിക്കാൻ ഒരു കൊതി ഉണ്ടാവും. അപ്പോൾ നല്ലതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കുക. അവിടെ കണ്ണൂർ കളക്ട്രേറ്റ് വളപ്പിൽ പോലീസും വിജിൻ MLAയും തമ്മിൽ എന്തൊക്കെയോ വാക്കേറ്റമൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ നഴ്സസ് അസോസിയേഷൻ സമരത്തിനിടെ തർക്കമൊക്കെ ഉണ്ടായി.
MLA ടൗൺ അസോഡ് കയർക്കൊക്കെ ചെയ്തു. എന്താണ് നമുക്ക് അല്പസമയത്തിനകം അറിയാം. അതായത് സോണിയ വർഗീസ് പറയുകയാണ്, മൊഴിയും ഇഡിയും പാർട്ടിയും മിനിറ്റ്സും എല്ലാം പറഞ്ഞത് എന്ത് കാര്യം, പൈസ പോയവർക്ക് പൈസ എത്രയും വേഗം തിരിച്ചു കൊടുക്കുക, അതാണ് ഉത്തരവാദിത്തമുള്ളവർ ചെയ്യേണ്ടത്. 101% അത് തന്നെയാണ് സത്യം. അത് കഴിഞ്ഞിട്ട് മതി എന്ന് അന്വേഷണം നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രഥമ പരിഗണന ഈ പണം നഷ്ടപ്പെട്ട പരമപാവങ്ങളായ സാധു മനുഷ്യർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ പ്രോസസ്സിൽ ആണെന്ന് തോന്നുന്നു. പണം തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിൽ തന്നെയാണ് എന്നാണ് തോന്നുകയും ചെയ്യുന്നു. അപ്പോൾ ഓക്കെ. ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോധരൻ്റെ സ്ഥാപനത്തിൽ കേന്ദ്ര GST വകുപ്പിൻ്റെ പരിശോധന. അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, ആ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? ഹാഷ്മി, പരിശോധന 3-ാം മണിക്കൂറിലേക്ക് പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 10 മണിയോടുകൂടിയാണ് കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന ആരംഭിച്ചത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ GST വകുപ്പിൽ ലഭിച്ചു. ആ പശ്ചാത്തലത്തിലാണ് പരിശോധന ആരംഭിച്ചത്. ഏകദേശം 12ഓളം വരുന്ന ഉദ്യോഗസ്ഥരെത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ചില അവ്യക്തതകൾ അവർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ലംബോദരനെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഗുരുതരമായ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് GST വകുപ്പ് എത്തിയിരിക്കുന്നു. ഈ സ്ഥാപനം അടിമാലി ഇരുട്ടുകാനം എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത്. ഇത് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സുഗന്ധ വ്യഞ്ജന വസ്തുക്കളും അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ചില ഈ നികുതിയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത്. പരിശോധന നിലവിൽ 3-ാം മണിക്കൂറിലേക്ക് പിന്നിടുന്നു. കേന്ദ്ര GST വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ 12 പേരുണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ കമ്പ്യൂട്ടറുകളും അതോടൊപ്പം തന്നെ മറ്റ് ഡാറ്റാ ബുക്കുകളും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലംബോദരനോട് ഇങ്ങോട്ടേക്ക് എത്താൻ കേന്ദ്ര GST വകുപ്പ് നിർദ്ദേശിച്ചത്. തുടർന്ന് അദ്ദേഹം ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തി. നിലവിൽ അദ്ദേഹത്തെ കേന്ദ്ര GST വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് നിലവിൽ ലക്ഷ്യം. ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരനാണ് ലംബോദരൻ. ലംബോദരനെതിരെ നേരത്തെയും ചില ആരോപണങ്ങൾ സ്ഥലമിടപാട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നിരുന്നു. ഈ മൂന്നാർ ഒഴിപ്പിക്കലിന്റെ സമയത്തെല്ലാം ആ പേര് നമ്മൾ ഉയർന്ന് കേട്ടതാണ്. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ലംബോദരന്റെ പേര് ഈ നികുതി ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നികുതിയിൽ വെട്ടിപ്പ് സംഭവിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പരാതി മാത്രമാണ്, ഇതിൽ വസ്തുതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പരിശോധനകൾക്ക് ശേഷം മാത്രമേ അതിലൊരു വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ പ്രാഥമികമായ അന്വേഷണത്തിൽ ചില അവ്യക്തതകൾ ഈ കണക്കുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ലംബോദരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, MM മണിയുടെ പ്രതികരണം വന്നോന്ന് ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിഷ്ണു, ഇല്ല, അത്തരത്തിലൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. മണിയുടെ പ്രതികരണം ഒന്നും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. വിഷ്ണുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ MM മണിയുടെ പ്രതികരണം അതിൽ വേണമെന്നില്ല. MM മണിയുടെ സഹോദരൻ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. ലംബോദരനാണ് അതിൽ പ്രതികരിക്കേണ്ടത്. ഇനി MM മണിയുടെ പ്രതികരണം ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. ജോസ്ഫിൻ ജോസഫ്, ഹാഷ്മി ബ്രോ, സംസ്ഥാന സമ്മേളനം നമുക്ക് അടിച്ചു പൊളിക്കേണ്ടത് ഒരു തർക്കമില്ല. നമ്മൾ അടിച്ചു പൊളിക്കുന്ന ദിവസം കേട്ടോ. ആ ദിവസം അന്ന് പല സർപ്രൈസുകൾ പ്രേക്ഷകർക്കായുണ്ട്, അതുവഴിയെ പറയാം. മിച്ചഭൂമി കേസിൽ CPIM നേതാവും തിരുവമ്പാടി മുൻ MLAയുമായ ജോർജ് M തോമസിനെതിരെ ലാൻഡ് ബോർഡ് റിപ്പോർട്ട്. മിച്ചഭൂമി വിൽപ്പന നടത്തിയെന്നും ഭാര്യയുടെ പേരിൽ തിരിച്ചു വാങ്ങിയെന്നുമാണ് കണ്ടെത്തൽ. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. 2001 അഗസ്റ്റിൻ എന്നയാൾക്ക് വിൽപ്പന നടത്തിയ ഒരേക്കർ ഭൂമി 21 വർഷത്തിനു ശേഷം ഭാര്യ ആനീസ് ജോർജിന്റെ പേരിൽ തിരികെ വാങ്ങി എന്നാണ് ലാൻഡ് ബോർഡ് കണ്ടെത്തൽ. മിച്ചഭൂമിയായി സ്ഥിരീകരിച്ച സ്ഥലമാണ് വിൽപ്പന നടത്തുകയും പിന്നീട് തിരിച്ചു വാങ്ങുകയും ചെയ്തത്. ഈ വസ്തുവിൽ 2 നില വീട് പണിയുന്നതായും ഓതറൈസ്ഡ് റിപ്പോർട്ടർ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് റിപ്പോർട്ട് നൽകി. ജോർജ് M തോമസിന്റെ പിതാവിന്റെ കൈവശമുണ്ടായിരുന്ന 16.4 ഏക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് സ്ഥിരീകരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ 2000 താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് ജോർജ് M തോമസ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീലിൽ തീരുമാനമാകുന്നതിന് മുമ്പ് ഇതിൽ ഒരേക്കർ അഗസ്റ്റിന് വിൽപ്പന നടത്തിയെന്നും 2022 മുക്കം സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന അഗസ്റ്റിനിൽ നിന്ന് ആനീസ് ജോർജിന്റെ പേരിലേക്ക് മാറ്റി എന്നുമാണ് കണ്ടെത്തൽ. ഇത്തരം ഇടപാട് നടന്നിട്ടില്ല എന്നും ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുമായിരുന്നു ജോർജ് M തോമസ് പ്രതികരിച്ചിരുന്നത്. സംഭവത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. അടുത്ത 5 ദിവസം ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയെന്ന് പറയുകയാണ് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ 6 ജില്ലകൾ അടുത്ത 2 ദിവസം യെല്ലോ അലർട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ അതാ ഇവിടെ ഷാജി പൊയ്കൽ ചോദിക്കുന്നു, എന്തോ ഹാഷ്മി സർപ്രൈസ്, വരുന്നവർക്കെല്ലാം 500 രൂപ കൊടുക്കുമെന്ന് SKM പറഞ്ഞുള്ളതാണ്. SKM അങ്ങനെ പറഞ്ഞു? SKM അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഉണ്ട്, സർപ്രൈസ് ഒക്കെ ഉണ്ട്. 500 ഒന്നും അല്ലെന്നേ. അതിനൊക്കെ വലിയ ഭീകര സർപ്രൈസുകൾ നമ്മുടെ 28-ാം തീയതി
കൊച്ചിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വരണം. അടിച്ചു പൊളിച്ച് നമ്മൾ ആ ദിവസം ആഘോഷമാക്കുന്ന, ആ ദിവസം ഉത്സവമാക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം. അത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം അത്തരത്തിലൊരു പ്രേക്ഷക സമ്മേളനം. അതിൻ്റേതായ എല്ലാ പുതുമകളും എല്ലാ ഭംഗികളും എല്ലാ പ്രൗഢിയും ആ സമ്മേളനത്തിനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു പ്രേക്ഷകൻ എന്താ പറയുക, നേരത്തെ അത് ഞാൻ ഇവിടെ കണ്ടത്, മോഹനം ബി ഹാഷ്മി, നൈറ്റ് സർവീസ് ഓടുന്ന വോൾവോ ബസ്സുകളുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ പവർ പരിശോധിക്കുന്ന കാര്യം ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തു. എൻ്റെ പൊന്നിയേട്ടാ സത്യമായിട്ടാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലടിച്ച് കയറി ഒന്നും ഒരു ചുക്കും കാണത്തില്ല. വണ്ടി എന്താണ് ലിറ്ററലി ബ്ലൈൻഡ് ആവുന്ന പോലെ നമ്മൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അത് ഉറപ്പായും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. തദ്ദേശ ഭരണ വകുപ്പിലെ സ്ഥലം മാറ്റ ഉത്തരവിൽ അടിമുടി പിഴവ്. സ്ഥലം മാറിയപ്പോൾ ഉയർന്ന തസ്തികയിലുള്ളവർ താഴ്ന്ന തസ്തികയിലായി. ഒരൊഴിവിലേക്ക് ഒന്നിലധികം പേർക്ക് നിയമനം നൽകി. വിവരശേഖരണത്തിൽ പറ്റിയ പാളിച്ചയാണ് ഈ പിഴവുകൾക്കൊക്കെ കാരണമായത്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ പുതുവർഷ ദിനത്തിലിറക്കിയ ആദ്യ ഉത്തരവിലാണ് പിഴവുകൾ കടന്നുകൂടിയത്. കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്കിലെ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കഴിഞ്ഞ മാസം 16-ന് അസിസ്റ്റന്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകി അരീക്കോട് ബ്ലോക്കിൽ നിയമിച്ചിരുന്നു. ഇതേ ഉദ്യോഗസ്ഥയെ ജനുവരി 1-ന് വടകര ബ്ലോക്കിലേക്ക് മാറ്റിയപ്പോൾ വീണ്ടും എക്സ്റ്റൻഷൻ ഓഫീസറായി. ഉത്തരവിലെ പിഴവുകളിൽ ഒന്നു മാത്രമാണിത്. ഒരു തസ്തികയിൽ ഒന്നിലധികം പേർക്ക് നിയമനം നൽകിയ സംഭവങ്ങളുമുണ്ട്. ഒരേ തസ്തികയിൽ കൂടുതൽ പേർ എത്തുന്നതോടെ അത് താൽപര്യക്കാർക്ക് ഇഷ്ടാനുസരണം നിയമനം നൽകാനുള്ള പഴുതുകൂടിയാണ്. ഏകീകൃത തദ്ദേശഭരണ വകുപ്പ് നിലവിൽ വന്നതോടെ സമാന തസ്തികയിലേക്ക് പരസ്പര മാറ്റം സാധ്യമാണ്. എന്നാൽ നിലവിൽ ഓരോ ജീവനക്കാരനും ഏതൊക്കെ ഓഫീസിൽ എന്തൊക്കെ തസ്തികയിൽ ജോലി ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരത്തിന്റെ അഭാവം തെളിയിക്കുന്നതാണ് ഉത്തരവിലെ വീഴ്ചകൾ. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. സോണിയ വർഗീസ് ചോദിക്കുകയാണ്, ഈ ജോർജ് തോമസ് തിരുവമ്പാടി മുൻ MLA ആയിരുന്നില്ലായിരുന്നു. എല്ലാ പാർട്ടികളിലെയും പല നേതാക്കന്മാരും പ്രത്യയശാസ്ത്രത്തിന്റെ മറവിൽ അല്പം ജോർജ് കുട്ടി ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള നേതാക്കളില്ല എന്ന് പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും നെഞ്ചിൽ കഴിച്ച് പറയാൻ കഴിയുമോ? അസ്നാസ് പറയുന്നു, ഹാഷ്മി, ഇപ്പോൾ കണ്ണൂരിൽ പെയ്തിറങ്ങുന്ന മഴയെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? നിർത്താതെ മഴയാണ്. പ്രളയമാകുമോ ജനുവരിയിൽ? അങ്ങനെ പ്രളയമാകുന്ന തരത്തിലുള്ള വലിയ മഴയുണ്ടോ കേട്ടോ കണ്ണൂർ. ഓക്കെ. തിരുവനന്തപുരം വെള്ളനാട് 1 വയസ്സുള്ള കുഞ്ഞിനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരി കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി. ഉറിയാക്കോട് സ്വദേശി സിന്ധുവിൻ്റെ 3ാമത്തെ മകനാണ് മരിച്ചത്. MG പ്രതീഷ് വിവരങ്ങൾ വച്ചിരുന്നു. പ്രതീഷ്, അങ്ങേയറ്റം ദാരുണമായ, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവം പ്രതീഷ്? തീർച്ചയായും ഹാഷ്മി, കാരണം തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോടാണ് ഞെട്ടിപ്പിക്കുന്ന വളരെ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഒരു 1.5 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് കൊലപാതകം നടത്തിയ മഞ്ജുവും ഒപ്പം സഹോദരി സിന്ധുവും താമസിക്കുന്നത്. സഹോദരി സിന്ധുവിന്റെ 3ാമത്തെ കുട്ടിയെയാണ് ഈ സിന്ധുവിന്റെ തന്നെ സഹോദരി മഞ്ജു കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. ഈ രാവിലെ കുട്ടിയെ തൊട്ടിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ തൊട്ടിൽ കുട്ടിയെ കാണാതായതോടെയാണ് സിന്ധു തിരക്കിയിറങ്ങിയത്. അങ്ങനെ ഈ കൊലപ്പെടുത്തിയ മഞ്ജു തന്നെ തൊട്ടടുത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരോട് സ്ഥലത്തെത്തി കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു, അല്ലെങ്കിൽ കിണറ്റിൽ എറിഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ഒപ്പം പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാർ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസും ഫയർഫോഴ്സും എത്തുകയും ഈ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തത്. തൊട്ടടുത്തുള്ള വെള്ളനാട് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിണറ്റിലാണ് കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. ഈ കിണറ്റിൽ ആ സമയത്ത് മൂടി ഉണ്ടായിരുന്നു. പക്ഷേ മൂടി തുറന്ന് കുഞ്ഞിനെ കിണറ്റിലേക്ക് ഇടുകയായിരുന്നു എന്നതാണ് സമീപവാസികളടക്കം പറയുന്നത്. മാത്രമല്ല, ഈ കൊലപ്പെടുത്തിയ മഞ്ജുവിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നും അടക്കം പോലീസിനോട് ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം നേരത്തെ ഉണ്ടായെങ്കിൽ ഒരു ശ്രദ്ധ എന്തുകൊണ്ടുണ്ടായില്ല? ഫയർഫോഴ്സ് വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പോലീസ് വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ദാരുണമായ ഒരു സംഭവമായിപ്പോയി. നടക്കാൻ പറ്റാത്തൊരു ഭയങ്കരമായ ഒരു സംഭവമായിപ്പോയി. ഈ മാനസികമായ സ്ത്രീ കുട്ടിയെ കിണറ്റിലിട്ടതിന് ശേഷം നേരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചെന്ന് പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ കിണറ്റിനകത്തിട്ടിരിക്കുകയാണെന്ന്. ഉടൻ തന്നെ അവരെ രക്ഷകർത്താക്കളെ ഫോൺ ചെയ്ത് പറഞ്ഞു. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് വന്നു. കുട്ടിയെ എടുക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു കുട്ടി. നേരത്തെയും ഈ സമാനമായ രീതിയിൽ ഒരു ശ്രമം നടന്നു എന്ന് പറഞ്ഞു. പോലീസിനോട് പറഞ്ഞത് 3 മാസത്തിന് മുമ്പേ ഈ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ശ്രമം നടത്തി. അന്ന് നടക്കാൻ പറ്റിയില്ല. ഇന്ന് ആ കുട്ടിയെ അമ്മ ഇത് ഉറക്കി കിടത്തിയിട്ട് തുണി കഴുകാൻ പോയ സമയത്താണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ കിണറ്റിനകത്തിട്ടത്.
അടപ്പുള്ള കിണറാണ്. എന്നിട്ട് അടപ്പിനെ തുറന്നിട്ടാണ് എടുത്തിട്ടത് എൻ്റെ അത്. ഹാഷ്മി, നാട്ടുകാർ പറയുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മഞ്ജു മാനസികമായി പ്രശ്നമുള്ള പ്രതീക്ഷ അങ്ങനെ ഇപ്പം മാനസിക വെല്ലുവിളി, മാനസിക പ്രശ്നം, അപ്പൊ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഒരു ശ്രദ്ധ വീട്ടിലുണ്ടാവണ്ടേ പ്രതീഷ്? തീർച്ചയായും ഹാഷ്മി. കാരണം അത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം നേരത്തെയും ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഈ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഈ വീട്ടുകാരും നാട്ടുകാരും അടക്കം പറയുന്നത്. കാരണം ഈ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി തൊട്ടപ്പുറത്ത് തുണി അലക്കാൻ വേണ്ടി പോവുകയായിരുന്നു. കുറച്ച് സമയത്തിനും അപ്പുറം തന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞിനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കുഞ്ഞിനെ പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തിയിരുന്നില്ല. പിന്നീടാണ് ഈ സഹോദരി തന്നെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഇക്കാര്യം പറയുന്നത്. അതിനുശേഷം ഇവർ ആദ്യം ഈ വീട്ടിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ആദ്യം കാണിച്ച ആ വീട്ടിലെ കിണറ്റിലാണ് കുഞ്ഞിനെ നോക്കിയത്. പക്ഷെ ആ കിണറ്റിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. തൊട്ട് സമീപത്ത് മറ്റൊരു പുരയിടത്തോട് ചേർന്നുള്ള ഒരു കിണറ്റിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോട് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ വിളപ്പിൽശാല പോലീസ് മഞ്ജുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ തന്നെ മഞ്ജു ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പോലീസിനോട് തന്നെയാണ് നേരത്തെയും ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നുവെന്ന് മഞ്ജു പറയുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് വിളപ്പിൽശാല പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഹാഷ്മി, എം ജി പ്രതീക്ഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിലെന്ത് പറയാനാണ് എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്ന് മാത്രമല്ല നേരത്തെയും സമാനമായ ഒരു കൊലപാതക ശ്രമം നടത്തിയിരുന്നതാണ്, അതിൽ പരാജയപ്പെട്ടതാണ്. ഇതിൽ ആ മാനസിക വെല്ലുവിളിയുള്ള സഹോദരി ഇപ്പോൾ ആശ്രമത്തിൽ വിജയിക്കുന്നു. അങ്ങേയറ്റം ദാരുണം, സങ്കടകരം എന്നേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതാ പുതുവർഷം പുലരുമ്പോഴും ഇത്തരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, വായിക്കാൻ ആഗ്രഹിക്കാത്ത, കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകൾക്കൊരു പഞ്ഞവുമില്ല എന്ന് തന്നെയാണ് ഈ 2 ദിവസങ്ങളിലെ വാർത്തകൾ വ്യക്തമാകുന്നത്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസം തോറും മല ചവിട്ടുന്നത്. അതേസമയം അരവണ വിതരണത്തിൽ കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമായില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരുടെ തിരക്ക് വർദ്ധിച്ചതോടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. തീർത്ഥാടകർക്കുള്ള ഔഷധ കുടിവെള്ളം, ആരോഗ്യ സുരക്ഷാ പരിചരണ സംവിധാനങ്ങൾ, മുന്നറിയിപ്പുകൾ എന്നിവയുമായി ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും സജീവമായി രംഗത്തുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമലയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. അതേസമയം കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല. അരവണ നിറയ്ക്കാനുള്ള കണ്ടെയ്നറുകൾ നിർമ്മിക്കാൻ പുതുതായി കരാറെടുത്ത കമ്പനികൾ 2 ലക്ഷം ടിന്നുകൾ മാത്രമാണ് പുതുതായി എത്തിച്ചത്. ക്ഷാമം തുടരുന്നതിനാൽ 2 ടിൻ അരവണ മാത്രമാണ് ഓരോ അയ്യപ്പന്മാർക്കും നൽകുന്നത്. 24 സന്നിധാനം. പ്രകാശൻ വേലുക്കുട്ടി പറയുകയാണ്, മാനസിക അസുഖമുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടാക്കുകയാണ് വേണ്ടത്, ഒരു ജീവൻ പോയില്ലേ. തിരുവനന്തപുരത്ത് 2ാമത്തെ സംഭവം ലക്ഷ്മി. ശരിയാണ്, സമാനമായൊരു സംഭവം നേരത്തെ ഉണ്ടായതാണ്. വേറൊരു പ്രേക്ഷകൻ മുകളിൽ പറയുന്നുണ്ട്, എന്താണ് മലയാളികളെ ഈ ട്രാഫിക്കിനെ കുറിച്ചുള്ള അവബോധം കൊടുക്കണം. ചെറിയ വണ്ടിക്കാരോട് പോലും ഈ ലൈറ്റൊന്നും ഡിം ചെയ്യില്ല എന്ന് പറഞ്ഞു. 100% ശരിയാണ്. നമ്മൾ റോഡിലൊക്കെ രാത്രി വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ചിലരൊന്നും മൈൻഡ് ചെയ്യുകയില്ല. ഈ പറയുന്ന കത്തിച്ച് വരുന്ന ആ ബ്രൈറ്റിൽ അങ്ങനെ വരും എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന ചെറിയ വണ്ടിക്കാരും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ആലോചിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ട്രാഫിക് നിയമം ഉറപ്പായും ഉണ്ട്, എങ്കിൽ കൂടിയും അതിനപ്പുറം ഒരു സാമാന്യ മര്യാദ എന്നുണ്ടല്ലോ. അയോധ്യ രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയിൽ നിന്നും CRPF പിന്മാറുന്നു. ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ചുമതല ഏറ്റെടുക്കുക. ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി മുഴക്കിയ 2 പേരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. 3 പതിറ്റാണ്ടായി അയോധ്യയ്ക്ക് കാവൽ നിന്നത് CRPF ആണ്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സുരക്ഷാ ചുമതല ഏറ്റെടുക്കും. പ്രതിഷ്ഠാ ചടങ്ങിന് CRPFന്റെ മേൽനോട്ടത്തിലുള്ള സംയുക്ത സംഘമാണ് എന്നാൽ സുരക്ഷയൊരുക്കുക. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, പ്രവിശ്യാ സായുധ പോലീസ് സേന എന്നിവയാകും സംയുക്ത സുരക്ഷാ സംഘത്തിൽ ഉണ്ടാകുന്നത്. കൂടുതൽ അർദ്ധസൈനികരെ അയോധ്യയിൽ വിന്യസിക്കാൻ CRPF നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് പുറത്തുവിട്ടു. താഴത്തെ നിലയ്ക്ക് 14 വാതിലുകൾ ഉണ്ടാകും. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നിന്നെത്തിച്ച തടികളിലാണ് ഈ വാതിലുകൾ. 14 വാതിലുകളും ചെമ്പുപാളി പതിപ്പിച്ച് സ്വർണം പൂശിയതാണ്. ക്ഷേത്രത്തിലെ തൂണുകളുടെ എണ്ണം 392 ആയിരിക്കും. 2100 കിലോഗ്രാം വരുന്ന കൂറ്റൻ മണിയാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക. അതിനിടെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി മുഴക്കിയ 2 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. താഹിർ സിംഗ്, ഓം പ്രകാശ് മിശ്ര എന്നിവരാണ് വിഭൂതിഖണ്ഡിൽ നിന്നും പിടിയിലായത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്ന ഭീഷണി മുഴക്കിയതും ഇവരാണെന്ന് പോലീസ് കണ്ടെത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.
ജസ്ന കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള മതതീവ്രവാദ ബന്ധം തള്ളുകയാണ് CBI. അത്തരം തെളിവുകളില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജസ്ന മരിച്ചു എന്ന് നിഗമനമില്ല. ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും CBI. അതപ്പോൾ അതൊരു വലിയ ദുരൂഹമായി നിൽക്കുകയാണ് ജസ്ന എവിടെ എന്നുള്ള ആ ചോദ്യം. ഒരു തരത്തിലുള്ള തെളിവുമില്ല എന്ന് CBI ആ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം യുവ നേതാക്കളെ മാറ്റിയതിൽ അസ്വാരസ്യം തുടരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയിലെ അതൃപ്തർ പരാതി നൽകി ഒഴിവാക്കിയവരെ തിരിച്ചു വിളിക്കണം എന്നാണ് ആവശ്യം. ജാമിയയുടെ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സമസ്തയുടെ പ്രവർത്തകരെ വേദനിപ്പിച്ചു എന്ന് കത്തിൽ പറയുന്നു. മാറ്റി നിർത്തിയ സമസ്ത യുവ നേതാക്കളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സമസ്ത പ്രവർത്തകരുടെ സങ്കട ഹർജി എന്ന പേരിലാണ് ജാമിയ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് കത്ത് നൽകിയത്. സമ്മേളന നഗരിയിൽ P. അബ്ദുൽ ഹമീദ്, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ജാമിയ കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് SKSSF, SYS ജില്ലാ സംസ്ഥാന ഭാരവാഹികളടങ്ങിയ സംഘം തങ്ങൾക്ക് പരാതി നേരിട്ട് കൈമാറിയത്. വിഷയം പരിഗണിക്കാമെന്ന സാദിഖ് അലി തങ്ങൾ മറുപടി നൽകിയതായി പരാതി നൽകിയവർ പറഞ്ഞു. എന്നാൽ വെട്ടിയ നേതാക്കളെ ഇനി പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല. നേതാക്കളെ മാറ്റി നിർത്തിയതിന് പിന്നിൽ സാദിഖ് അലി തങ്ങളാണ് എന്നാണ് ആരോപണം. സമസ്ത പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നുമുണ്ട്. 24 മലപ്പുറം. കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ പോലീസും MVജിൻ MLAയും തമ്മിൽ വാക്കേറ്റം. നഴ്സസ് അസോസിയേഷൻ സമരത്തിനിടയിലാണ് തർക്കമുണ്ടായത്. പോലീസ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ട എന്ന് ടൗൺ SIയോട് MLA പറഞ്ഞു. സജോ ദേവസ്വരങ്ങളുമായി. സജോ, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ട എന്ന് വിജിൻ, സാധാരണ MVജിൻ സൗമ്യനായി പെരുമാറുന്ന ആളാണ്, എന്തുകൊണ്ടാണ് വിജിനെ പോലും അത് പ്രകോപിപ്പിക്കുന്നത്? സജോ. ഹാഷ്മി, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ കലക്ടറേറ്റ് മാർച്ച് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്ന ഒരു സമര പരിപാടിയാണ്. കല്യാശ്ശേരി MLA M. വിജിൻ ആയിരുന്നു ഉദ്ഘാടകൻ. മാർച്ച് പക്ഷേ കലക്ടറേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. ഗേറ്റിൽ സാധാരണഗതിയിൽ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് ഉണ്ടാവേണ്ടതാണ്. പിങ്ക് പോലീസിനെയായിരുന്നു നിയോഗിച്ചിരുന്നത്. അവർക്ക് പക്ഷേ ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുകൊണ്ടാണ് എന്നാണ് പിന്നീട് അവർ വിശദീകരിച്ചത്. സമരക്കാർ നേരെ കലക്ടറേറ്റ് വളപ്പിലേക്ക് കയറി അവിടെ പരിപാടി തുടങ്ങി. പിന്നീടാണ് MLA എത്തിയത്. ഉദ്ഘാടകനായി എത്തിയ വേളയിൽ തന്നെ MLA കലക്ടറേറ്റിനകത്തല്ലോ സാധാരണഗതിയിൽ പുറത്തല്ലേ സമരപരിപാടി നടത്തുക എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അകത്തേക്ക് വന്നു പരിപാടി നടത്തുന്നു എന്ന് സമരക്കാർ അറിയിച്ചു. പിന്നീട് MLA ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കലക്ടറേറ്റ് വളപ്പിലാണ് സമരം നടക്കുന്നത് എന്ന് അറിയിച്ചതിന് പിന്നാലെ ടൗൺ SIയും പോലീസ് സംഘവും സ്ഥലത്തേക്ക് എത്തി. പിന്നാലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് MLAയോട് കേസെടുക്കാനാണ്. ഒരു മിനിറ്റ് സജോ, ആ ദൃശ്യം ഒന്ന് അറിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്താണെന്ന് വ്യക്തം. നിങ്ങൾ അവിടെ പോലീസ് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണിത്. ഇത് നിങ്ങൾ ഇവിടെ മാറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്തുകൊണ്ട് ഈ സമര കളക്ടറേറ്റിനകത്തേക്ക് കയറി? നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. SI എന്ന രീതിയിൽ നിങ്ങളുടെ വീഴ്ചയാണ്. സബ് ഇൻസ്പെക്ടർ എന്നതിൽ നിങ്ങളുടെ വീഴ്ചയാണ്. നേരത്തെ നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താ? ഇതാണോ പോലീസിന്റെ രീതി? നിങ്ങളുടെ ബാധ്യ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എത്ര സമരം നടത്താറുണ്ട്? നിങ്ങളുടെ വീഴ്ചയാണ്. സമരം തടയണം. തടയണ്ടേ? നിങ്ങൾ ഗേറ്റിനടുത്ത് സമരം നമ്മുടെ ഗവൺമെന്റിന് മോശം നിങ്ങളെ പോലെ പോലീസ് മനസ്സിലായില്ലേ? സജോ പ്രശ്നം എന്താണ്? സജോ, എന്താണ് പ്രശ്നം? ഹാഷ്മി, ഈ സമരം കലക്ടറേറ്റ് വളപ്പിൽ നടക്കുന്നു. ആ ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പിങ്ക് പോലീസാണ് ആദ്യം അവിടെ എത്തിയത്. പിന്നാലെ ടൗൺ SIയും പോലീസ് സംഘവും എത്തുന്നു. ഇതിനിടെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ MLA തിരിച്ചറിഞ്ഞില്ല. കേസെടുക്കാനായി പേര് പറയണം എന്ന് MLAയോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് MLA പ്രകോപിതനായി. പിന്നാലെ SIയും വന്നു. SIയും ഇപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ കേസെടുക്കും എന്ന് SIയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി. ഇതോടെയാണ് MLA കൂടുതൽ പ്രകോപിതനായത്. പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടി സമരക്കാരോടും MLA തന്നോടും പ്രോട്ടോകോൾ അടക്കം മറന്ന് വളരെ മോശമായി പെരുമാറി. സുരേഷ് ഗോപി സ്റ്റൈലിൽ വളരെ മോശമായി പെരുമാറി. പുറത്തേക്ക് പോകാം എന്ന് പോലീസ് വന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സമരം പുറത്തേക്ക് മാറ്റാം എന്ന് പ്രതികരിച്ചതാണ്. പക്ഷെ അതിനുശേഷവും വളരെ മോശമായ പ്രതികരണം ഉണ്ടാക്കുകയും രംഗം വഷളാക്കുകയും ചെയ്തത് പോലീസാണ്. സാധാരണഗതിയിൽ സമരം മുൻകൂട്ടി അറിയിച്ച് നോട്ടീസ് നൽകി നടത്തിയ ഒരു സമരമാണ്. ആ സമരം ഗേറ്റിൽ തടയേണ്ടത്, ആ ഘട്ടത്തിൽ അവിടെ പോലീസ് ഉണ്ടാകേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുണ്ടായില്ല. സമരക്കാർ അറിയാതെ അകത്തേക്ക്
പ്രവേശിച്ചു. അത് താൻ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പിന്നീട് പോലീസ് വന്നപ്പോഴും മാറാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേസെടുക്കുമെന്ന് ആവശ്യപ്പെടുകയും മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥ വേഗത്തിൽ വന്ന് MLA തിരിച്ചറിയാതെ അദ്ദേഹത്തോട് പേര് ചോദിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് പ്രോട്ടോകോൾ മര്യാദ പാലിക്കാതെ തിരിച്ചറിയാതെ പേര് ചോദിച്ചോ? അതുകൊള്ളാം. MLA ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എം വിജിനോട് കയർക്കുന്നത് MLA തിരിച്ചറിയാതെയാണോ സജോ? ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിരുന്ന ഉദ്യോഗസ്ഥർ വൈകിയാണ് എത്തിയത്. തൊട്ട് പിന്നാലെ ഈ രംഗം കൈവിട്ടു എന്ന് കണ്ടതിന് പിന്നാലെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അവർ CPO ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് MLA തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. ടൗൺ SI അല്ല, പക്ഷെ പിന്നീട് SI സ്ഥലത്ത് വന്നപ്പോഴും ആദ്യഘട്ടത്തിൽ സമരക്കാർ പുറത്തേക്ക് സമരം മാറ്റാം എന്നാവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം അവിടെ പക്ഷേ ഒരു ഷോ കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് MLA യുടെ വാദം. SIയോട് കയർക്കുന്നത് SIക്കാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് അതിന് മേൽനോട്ടം വഹിക്കേണ്ടത്. വനിതാ ഉദ്യോഗസ്ഥയോട് കയർക്കാൻ പോയില്ല, പകരം SIയോട് കയർത്തു എന്നതാണ് അതിലെ ഒരു കാര്യമായി കാണേണ്ടത്. തിരിച്ചറിയാതിരുന്നത് SI അല്ല, മറിച്ച് മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയാണ്. വനിതാ ഉദ്യോഗസ്ഥയാണ് വളരെ വേഗത്തിൽ വീഴ്ച മനസ്സിലാക്കിയതിന് പിന്നാലെ വേഗത്തിൽ പോയി കേസെടുക്കാൻ പേര് പറയണം എന്ന് ആവശ്യപ്പെട്ടത്. MLA ഒക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു SIക്കൊക്കെ പറ്റേണ്ടതാണ്. എന്തോ പിന്നെ എല്ലാവരും തിരിച്ചറിയണമെന്നില്ല, എങ്കിൽ കൂടി MLA ആണ്. MLA ഒക്കെ തിരിച്ചറിയാൻ പറ്റേണ്ടതാണ്, പോലീസ് ഫോഴ്സിലുള്ളവരാണ്. അപ്പോൾ അത് എം വിജയനെ രോഷാകുലനാകുന്നു. അതുമാത്രമല്ല, അങ്ങനെ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് ചോദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും അത് തർക്കമായി സുരേഷ് ഗോപി എടുക്കണ്ട എന്നൊക്കെ പോലീസിനോട് ഒരു MLA തന്നെ പറയുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. ഒന്ന് രണ്ട് പ്രേക്ഷകർ ഒരു പ്രശ്നം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ വേറെ ഏതെങ്കിലും ഒരു ചാനൽ കലോത്സവം കണ്ടിന്യൂസ് ലൈവ് കൊടുത്തുകൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. കലോത്സവം ലൈവ് എപ്പോഴാണ് എന്ന് വേറൊരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൗമാര കലോത്സവം കൊല്ലത്ത് ാമത് സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും സംഘനൃത്തവും ഉൾപ്പെടെ ഗ്ലാമർ മത്സരങ്ങൾ അങ്ങനെ പൊടിപൊടിക്കുകയാണ്. അവിടെ 25 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നാടകവും കഥകളിയും ആദ്യ ദിവസത്തെ ആകർഷക ഇനങ്ങളാണ്. അവിടെ നമ്മൾ നേരത്തെ കണ്ടു, പാചകപ്പുര ഫുൾ സെറ്റാണ്. അവിടെ ആളുകൾ നിറഞ്ഞ് നല്ല രുചികരമായ ഭക്ഷണം നല്ല ഗംഭീരമായി കഴിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി മംഗളമായി പോകുന്നു. പക്ഷേ ഒരു പ്രശ്നം, നല്ല ചൂടാണ്, നല്ല കൊടും വെയിലാണ്. കൊടും ചൂടത്താണ് കുട്ടികളടക്കം നിൽക്കുന്നതും നടക്കുന്നതും. വലിയ ദാഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. ആശ്രാമ മൈതാനത്തിൽ നിന്ന് അനുജ രാജേഷ് ശരിയാണ്. അനുജ, ഇതുവരെ കഴിഞ്ഞ ഇനങ്ങൾ പോയിന്റ് നില ഒക്കെ പറയാനുള്ള സമയമായോ? പോയിന്റ് നിലയൊന്നും നമുക്ക് അങ്ങനെ പറയാനുള്ള സമയമായിട്ടില്ല. അതിലിപ്പോൾ ഫലപ്രഖ്യാപനം പോലും ചില ഇനങ്ങളുടെ, ഇപ്പോൾ കന്നഡ പദ്യം ചൊല്ലൽ, അറബി പദ്യം ചൊല്ലൽ, അങ്ങനെയൊക്കെയുള്ള ചില ഇനങ്ങളുടെ മാത്രം ഫലപ്രഖ്യാപനം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റിനങ്ങളൊക്കെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഹാഷ്മി, മോഹിനിയാട്ടം എനിക്ക് തൊട്ട് പിറകിലുള്ള പ്രധാന വേദിയിൽ രാവിലെ തുടങ്ങിയതാണ്. ആദ്യത്തെ മത്സര ഇനമാണ് മോഹിനിയാട്ടം, അത് പുരോഗമിക്കുന്നു. അതുപോലെ മറ്റ് 24 വേദികളിലും പ്രധാനപ്പെട്ട ഇനങ്ങൾ, ഗ്ലാമർ ഇനങ്ങൾ, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഥകളി, നാടകം, ഭരതനാട്യം, കുച്ചിപ്പുടി അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ ഫലപ്രഖ്യാപനം അതിൻ്റെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ലീഡ് നില അല്ലെങ്കിൽ പോയിന്റ് നില ഒന്നും പറയാറായിട്ടില്ല. ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ കൊടും ചൂടാണ് ഇവിടെ. പക്ഷേ അതൊന്നും നമ്മളുടെ പോരാട്ട വീര്യത്തെ തളർത്തുന്നില്ല എന്നുള്ളതാണ്. പ്രൗഢഗംഭീരമായൊരു ഉദ്ഘാടന ചടങ്ങാണ് നമ്മൾ രാവിലെ കണ്ടത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊരു മത്സര ബുദ്ധിയോടെ ആകരുത് നമ്മൾ ഇത്തരം യുവജനോത്സവ വേദികളിലേക്ക് വരുന്നത്. മറ്റൊന്ന്, രക്ഷിതാക്കളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കുട്ടികളുടെ മത്സരമാണ്, കുട്ടികളുടെ വേദിയാണ്, അവിടെ രക്ഷിതാക്കൾ ഇടപെടരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ, സാമൂഹിക ഇപ്പോൾ നിലവിൽ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയുള്ളത് അതെങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നതെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കുറ്റമറ്റ രീതിയിലാകണം ഇത്തവണത്തെ കലോത്സവം നടക്കുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അതിനുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിവരമുള്ളത്, ഗോത്ര കലാരൂപങ്ങളൊക്കെ മത്സര ഇനമായി അടുത്ത വർഷം മുതൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൻ്റെ സൂചന എന്ന തരത്തിലേക്ക് ഇന്ന് ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപായി മംഗലം കളി, കാസർഗോഡ് നിന്നുള്ള തനത് കലാരൂപം, അപ്പോൾ അത്തരം വിഭാഗക്കാരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തണമെന്നുള്ള ഈ സർക്കാരിൻ്റെ ഒരു നയം കൂടി അടുത്ത തവണ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് എന്നുള്ള സന്തോഷം. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തതയോടെ തന്നെ അടുത്ത തവണ പരിഗണിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അങ്ങനെ വളരെ നല്ല സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കം കൂടിയാണ് 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് നമ്മൾ കൊല്ലത്ത് വേദിയാകുമ്പോൾ കണ്ടത്. എനിക്കൊപ്പം ചില മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അത് മത്സരഫലം വന്നു കഴിഞ്ഞ ഇനമാണ്. മോളെ വരൂ. മോളെ ഏതിലാ പങ്കെടുത്തു? ഞാൻ കന്നഡ പദ്യപാരായണം.
കന്നഡ പദ്യപാരായണം. അത് മത്സരം പൂർത്തിയായി. ഹൈസ്കൂൾ വിഭാഗമാണോ ഹയർ സെക്കൻഡറി വിഭാഗം. അപ്പോൾ അതിൽ എ ഗ്രേഡ് ഉണ്ട്. അവളുടെ പേര് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ ഏത് സ്കൂളാണ്? ഞാൻ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണോ മത്സരിക്കാൻ വരുന്നത്? കഴിഞ്ഞ വർഷം ഞാൻ മത്സരിക്കാനുണ്ടായിരുന്നു. സംസ്കൃതം പദ്യപാരായണമുണ്ട്. ഖുറാൻ എന്തായിരുന്നു? സംസ്കൃതം. അപ്പോൾ ഇതിപ്പോൾ എ ഗ്രേഡ് ഒക്കെ കിട്ടിയപ്പോൾ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് എന്നെ പഠിപ്പിച്ചത്? അച്ഛനും പിന്നെ വിദ്യ ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെയും അച്ഛൻ്റെയും പിന്നെ അമ്മയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ കന്നഡയിലോട്ട് വന്നത്. അർത്ഥമൊക്കെ പഠിച്ചാണോ? കഥ അറിയാം. കഥ. അപ്പോൾ എന്തായാലും അത് നമുക്ക് വേണ്ടി ഒരു 4 ലൈൻ. विशद होके हुई तो हसुरातमयी मेरी नुरय सरोवगल्लम कंदिदु गुर्कल हरिदिरिद कुरुविसुवक्कण हरिदु होलु हिडिन हरहिद कैगळु उंबहु तुणहडेदे हसिदु पेण कड़क्ड पसुर ആ ഭാഷ മനസ്സിലാവുന്നവർക്ക് നല്ല രസമുണ്ടാവും. എന്തായാലും താളമുണ്ട്, ആ താളത്തിനപ്പുറം ഒന്നും മനസ്സിലായില്ല. പോട്ടെ. ഇപ്പം അവിടെ വിമലഹൃദയ സ്കൂളിൽ ഗോപിക സുരേഷ് ഉണ്ട്. അവിടെ നടക്കുന്നത് ഗോപിക അവിടെ ഏതിനമാണ്? ഈ അറബന മുട്ടാൻ തോന്നുന്നു അല്ലേ? ദഫ്മുട്ട് പോലൊക്കെ വളരെ ചടുലമായ ഒരു അഭ്യാസിയുടെ എന്താണ് താളമേള ഭാവങ്ങളോടെ കുട്ടികൾ തകർത്താടുന്ന ഒരിനമാണ്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു ഗ്ലാമർ ഇനമാണ് അറബനമുട്ട്. വലിയ കായികാധ്വാനം വേണ്ട ഒരു ഇനമാണ്. അറേബ്യൻ നാടുകളിലെ ഒരു പ്രസിദ്ധമായ ഒരു ഐറ്റമാണ്. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? സിംഗോരം CKG. എവിടെ നിന്നാണ്? കാസർഗോഡ്. കോഴിക്കോട്. എല്ലാവരുടെയും പേര് ജസ്റ്റ് ഒന്ന്. റിദാൻ മുനീർ, സിനാൻ, വിദാദ്, അഫ്സൽ, എൽസാബിത്ത്, മർവാൻ, ബാസിത്ത്, അജിനാസ്, യാസിർ, ഋതു മുരളി. ഋതു മുരളിക്ക് അറിയോ? അറബി അറിയോ? ഇല്ല, അറബി ഒന്നും അറിയാം. ഇതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? അതിങ്ങനെ കേട്ട് പഠിച്ചതാണ്. അർത്ഥമൊക്കെ അറിയാം? ഇല്ല. ഏതായാലും ഇവരുടെ ഒരു പെർഫോമൻസിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഹാഷ്മി. ഇത് എന്താണ്? ഇത് അത്യാവശ്യം കായികക്ഷമതയൊക്കെ ആവശ്യമുള്ള ഒരു കായിക ഇനമാണ്. ഇന്ന് ദഫ്മുട്ട് പോലെയാണ്, പക്ഷേ ദഫ്മുട്ടും അറബനമുട്ടും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. അതെനിക്കൊന്ന് അറബന നമ്മൾ ആ കൊട്ടുന്ന ഉപകരണം അടക്കം വ്യത്യാസമുണ്ട്. അങ്ങനെ കാര്യമായ വ്യത്യാസം അറിയാവുന്ന പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. നമ്മുടെ കീർത്തന കേശവനുണ്ട്. കീർത്തന നിൽക്കുന്നത് C കേശവൻ മെമ്മോറിയൽ ഹാളിലാണ്. കീർത്തന, അവിടെ ഭരതനാട്യമാണോ? നാട്യം, നർത്തനം എങ്ങനെ ഗംഭീരമായി പുരോഗമിക്കുകയാണോ? ഹാഷ്മി, ഇവിടെ ഭരതനാട്യ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് C കേശവൻ മെമ്മോറിയൽ ഹാളിലാണ്. ജയൻ സ്മൃതി എന്നാണ് ഈ വേദിക്ക് പേര് നൽകിയിരിക്കുന്നത്. വേദി 2 ആയിരുന്നത് പിന്നീട് വേദി 4 ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഭരതനാട്യ മത്സരങ്ങൾ ആരംഭിച്ചത് കണ്ട് തന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരതനാട്യ മത്സരം നമുക്കറിയാം, ഈ ഭാവരാഗ ഒരു
സംയോജിച്ച് തന്നെയാണ് ഈ ഭരതനാട്യം മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ 26 കുട്ടികളാണ് ഭരതനാട്യ മത്സരത്തിനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 3ാമത്തെ ചെസ് നമ്പറാണ് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിദ്യാർത്ഥികളും ഈ ഭരതനാട്യത്തിൽ ഇനി കളിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ഇവിടെ കാണികളുടെ ഇടയിലുണ്ട്. അവർ ഈ മത്സരമൊക്കെ വിലയിരുത്തി എങ്ങനെ തങ്ങളുടെ മത്സരം ഒന്നും കൂടെ മെച്ചപ്പെട്ടതാക്കാമെന്നുള്ള ചിന്തകളായിരിക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് റൈറ്റിലോട്ട് പാൻ ചെയ്താൽ ഇവിടെ ഒരു കുട്ടി മത്സരം കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇനി അടുത്തത് കളിക്കാൻ പോകുന്നതാണ്. അപ്പൊ ആ കുട്ടി മത്സരം വിലയിരുത്താൻ വന്നതാണ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോ അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹാഷ്മി, മത്സരം കഴിഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എപ്പോഴാ? ഏതാ ചെസ് നമ്പർ? ഏതാ? ക്ലസ്റ്റർ 3 ചെസ് നമ്പർ കിട്ടിയിട്ടില്ല. എന്ത് തോന്നുന്നു? ഫുൾ കോൺഫിഡന്റ് അല്ലേ? അപ്പോ ഇവരുടെ മുന്നേ കളിക്കുന്ന ആൾക്കാരുടെ മത്സരം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. ഇപ്പോ മുന്നേ കളിക്കുന്ന ആളുകളുടെ മത്സരം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഹാഷ്മി, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഭരതനാട്യത്തിന്റെ മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ഹാഷ്മി. അപ്പോ ഭരതനാട്യ മത്സരം വേദി 4 ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന നിഖിൽ പ്രമേഷിലേക്കാണ്. അവിടെ ക്രിസ്തുരാജ് ഓഡിറ്റോറിയത്തിലാണ് നിഖിൽ. അവിടെ ഏതിനമാണ്? ചാക്യാർകൂത്ത് അല്ലെ? ചാക്യാർമാരാണ് നേർന്നു കഴിഞ്ഞോ നിഖിൽ? ചാക്യാർ കൂത്താണ് ഹാഷ്മി. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ചാക്യാർ കൂത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷേപഹാസ്യം ഇഷ്ടമുള്ളവരാണല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ഈ വേദി തിരഞ്ഞെടുത്തത്. ആക്ഷേപഹാസ്യം ഇങ്ങനെ കുട്ടികൾ പലതരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. രസമുണ്ട് അത് കാണാനൊക്കെ. എന്തായാലും അത് പുരോഗമിക്കണം. ഒരു മത്സരം കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ മത്സരാർത്ഥി കയറിയതേ ഉള്ളൂ. അതിങ്ങനെ വളരെ പതുക്കെയാണ് അതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചറിലേക്ക് എത്തുക. അവസാന ഘട്ടത്തിലാണ് ഈ വിമർശനമൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും അതല്ല സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പുറകിൽ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ചാക്യാരും മിഴാവും ഒക്കെ ഇങ്ങനെ സജീവമായിട്ടുണ്ട്. നമുക്ക് ചില കൊല്ലത്താരുടെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, പൊതുവെ കുറച്ച് ആള് കുറവുണ്ടോ? ഇവിടെ ആളിന് കുറവൊന്നുമില്ല. ആള് നന്നായിട്ട് തന്നെ ഉണ്ട്. കാരണം കൊല്ലത്തിന് ഇതൊരു അഭിമാന നിമിഷമാണ്. ചാക്യാർ കൂത്തായതുകൊണ്ടാണോ കുറച്ച് ആളുകൾ കുറേ കാരണം? ഇല്ലില്ല, ഇപ്പം ലഞ്ച് ബ്രേക്ക് അല്ലേ, ഈ സമയത്തൊക്കെ കുറേ ആൾക്കാർ പേരൻസ് എല്ലാം കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയതാ. അതായത് 3 ക്ലസ്റ്ററായിട്ട് നടന്നത്. ഇത് 2nd ക്ലസ്റ്റർ നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു മത്സരം തന്നെയാണ്. നിങ്ങളിതങ്ങ് ഗംഭീരാക്കും. 100% സംശയമൊന്നുമില്ല. ടീച്ചറെ എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം. കൊല്ലത്തേർ തന്നെയാണ്. കൊല്ലംകാർ തന്നെയാണ്. എങ്ങനെ നിങ്ങൾ കപ്പടിക്കുവാ? തീർച്ചയായിട്ടും കൊല്ലം തന്നെ ഉണ്ടോ? അതെ. കുറച്ച് ആള് കുറവുണ്ടോ ടീച്ചറെ? ഇവിടെയോ? ഇല്ല, ഇവിടെ ഇതായതുകൊണ്ടാണ്. മറ്റു വേദികളിലൊക്കെ നല്ല തിരക്കുണ്ട്. അശ്മി, മത്സരം പുരോഗമിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ചാക്യാർകൂത്ത് മത്സരമാണ്. നമുക്ക് ഒരു നിമിഷം അതിലേക്ക് പോകാം. ചാക്യാരിങ്ങനെ പറഞ്ഞു തുടങ്ങാനൊക്കെ പോകുന്നേ ഉള്ളൂ. ചാക്യാരിങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വേദി അല്പം ശുഷ്കമാണ്. ചിന്തയിൽ നടക്കാണ്. അതെ. കാര്യമായിട്ട് വേദിയിലുള്ള ആളുകളെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ ഞാൻ ഈ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ദേ പോകുന്ന ഒരു കുശവൻ എന്നൊക്കെ പറയുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിമർശനം നമുക്കും കിട്ടുന്നുണ്ട്. എന്തായാലും രസമാണത് കണ്ടുപിടിക്കാൻ. ആക്ഷേപഹാസ്യമാണല്ലോ, സ്വാഭാവികമായിട്ടും രസമാണ് കാണാൻ. എന്തായാലും ഇതിപ്പോ ഇങ്ങനെ ചാക്യാർ പറഞ്ഞു തുടങ്ങാൻ പോവാണ് അശ്മി. ഓക്കെ. അപ്പോൾ അതാണ് എന്തൊക്കെയോ പിഴിയൊക്കെയാണ്, തോർത്ത് പിഴിയുന്ന പിഴിയൊക്കെ ചെയ്യുന്നുണ്ട് ചാക്യാർ. അപ്പോൾ ഇതെന്താണ്? ഇത് ആക്ഷേപഹാസ്യമാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം രാഷ്ട്രീയം തമാശയൊക്കെ രീതിയിൽ അടിച്ച് അങ്ങ് കയറ്റുന്ന പരിപാടിയാണ് ആ പരിപാടി. ആ ചില്ലറ കളിയല്ല. അപ്പോൾ ചാക്യാർകൂത്ത്, അങ്ങനെ ഭരതനാട്യം, ഒരു വേദിയിൽ അർബനമുട്ട്, അങ്ങനെ വേദികൾ പൂർണ്ണമായി ഉണരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പല വേദികളിലും ആൾ കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ കൊടും ചൂടിൻ്റെയൊക്കെ ആയിരിക്കണം. ഉച്ച ഒന്ന് കഴിയട്ടെ. കൊല്ലമാണ്, കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വേദിയാണ്. അവർക്ക് അങ്ങോട്ടേക്ക് ഒഴുകിയെത്താതിരിക്കാൻ നിവൃത്തിയില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കലോത്സവത്തിൻ്റെ പൂർണ്ണ വൈബിലേക്ക് കാര്യങ്ങളെത്തും എന്ന് തന്നെ കരുതുകയും ചെയ്യാം. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ അങ്ങനെ സജീവമായി പുരോഗമിക്കുന്നു. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും സംഘനൃത്തവും അടക്കം ഗ്ലാമർ മത്സരങ്ങൾ പുരോഗമിക്കും. നമ്മൾ നേരത്തെ കണ്ടു ഭരതനാട്യം അടക്കം അർബനമുട്ടടക്കം പല വേദികളിൽ 23 വേദികളിലായി നാടകം, കഥകളിയൊക്കെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഗംഭീരമായ ഇനങ്ങളാണ്. ആശ്രാമ മൈതാനത്തിൽ ഒരിക്കൽ കൂടി അനുജ രാജേഷ് ചേരുന്നു. അനുജ, ഈ പലപ്പോഴും ഈ കലോത്സവങ്ങളുടെ ഒരു പ്രശ്നം ഈ സമയക്ലിപ്തത പാലിക്കാൻ കഴിയാറില്ല എന്നുള്ളതായിരുന്നു. അതിൽ ഒരു മാറ്റമുണ്ടായത് കഴിഞ്ഞ കലോത്സവത്തിൽ ഏതാണ്ട് സമയക്ലിപ്തത പാലിക്കാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ക്ലിപ്തത പാലിക്കുക എന്നുള്ളത് അതിൽ പ്രധാനമാണ് കാര്യം. ഇല്ലെങ്കിൽ വല്ലാതെ രാത്രി നാടകമൊക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആവുക എന്ന് പറയുന്നത് കുട്ടികളെ കഷ്ടപ്പെടുത്തലുമാണ്. അപ്പോൾ അത് ആദ്യം മുതൽ ശ്രദ്ധ ഉണ്ടാവുമോ അനുജ?
അത് എല്ലാ തവണയും നമ്മളിങ്ങനെ കാണാറുണ്ട്. മത്സരങ്ങൾ അനിയന്ത്രിതമായിട്ട് ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വേഷം കെട്ടി ഡാൻസിനുമൊക്കെ മത്സരിക്കാനിരിക്കുന്ന കുട്ടികൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന കാഴ്ച, അതൊക്കെ ഒരു സ്ഥിര കാഴ്ചയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അതിന് കുറേശ്ശെ മാറ്റം നമ്മൾ വന്ന് കണ്ടതുമാണ്. ഇക്കുറി ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ അതും പറയാറായിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഹിനിയാട്ടവും അതുപോലെ നൃത്ത ഇനങ്ങൾ, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വേദികളിൽ മറ്റു ചില പദ്യപാരായണമൊക്കെയാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയാണ് ഈ മത്സരങ്ങളൊക്കെ കുറ്റമറ്റതാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇതുമൊക്കെ പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഹാഷ്മി എനിക്കൊപ്പം ഉള്ളത് മാർഗം കളി മത്സരത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥിനികളാണ്. അവർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് മത്സരിച്ചത്. ആ മാർഗം കളി മത്സരം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് വന്നിട്ടില്ല. അവർ നമുക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യും. അതിനുശേഷം കുറച്ചൊന്ന് അവരോട് ചാറ്റ് ചെയ്യാം. തുടങ്ങിക്കോളും. ആനന്ദം വരുമാറു മാലാഖമാർ തിത്തൈതൈതാര ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തൈ തിത്തൈ തിത്തയ്യകതയ്യത്തൈ ആചാര ജഡരമാടക്കും പോലെ തിത്തൈതൈതാര ആകയാൽ കൂടി പൊതിയുന്നപ്പോൾ ആത്മാവും ജഡരത്തിൽ പൂരിച്ചുടൻ തിത്തൈതാര ആലസ്യം കൂടാതുയർത്തൂരാജൻ കീർത്തിച്ചു വഴി പോലറിയിച്ചാറേ തിത്തൈതാര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തിത്തൈതാര ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തിത്തൈതാര കാക്കൽ വീണാഴതു പീഴയും ചൊല്ലി തൈ തിത്തൈ തിത്തയ്യകതയ്യത്തൈ. അപ്പോൾ നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും. എനിക്ക് ഈ കോട്ടയം ജില്ലയിലൊരു കലാരൂപമാണല്ലോ അല്ലേ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു കലാരൂപമാണിത്. വിവാഹ സമയത്തല്ലേ? കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ കടുത്ത മത്സരം നേരിട്ടിരുന്നോ? ഞങ്ങളുടെ ക്ലസ്റ്ററിൽ കോട്ടയം ജില്ല ഇല്ലായിരുന്നു. പിന്നത്തെ ക്ലസ്റ്ററിലാണ് കോട്ടയം ജില്ല ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കളി കണ്ടില്ല. ഇപ്പോൾ +1 ഉം +2 ആണ്. അപ്പോൾ ചിലരുടെയൊക്കെ അവസാന കലോത്സവം കൂടിയാണ്. കഴിഞ്ഞ തവണ പങ്കെടുത്ത ആൾ കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നന്നായിട്ടൊക്കെ കളിച്ചു. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഈ അവസാന കലോത്സവം എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന +2കാരാരാ? അടിച്ചു പൊളിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും സ്റ്റേജിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ചിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കണം. എ ഗ്രേഡ് എന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ കേട്ടില്ല. അപ്പോൾ ഈ കലാരൂപത്തെ ചേർത്ത് പിടിക്കുക കേട്ടോ. മറ്റേതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കണുണ്ടോ? ഇല്ല. ആകെ ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ്. ഇന്ന് തിരിച്ചു പോകും. നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് വരും വർഷങ്ങളിൽ കണ്ടുമുട്ടാം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് ഹാഷ്മി മാർഗം കളി മത്സരത്തിൽ പങ്കെടുത്തു. അവരുടെ ഫലം വന്നിട്ടില്ല. മത്സരം പുരോഗമിക്കുന്നു. അതുപോലെ എനിക്ക് തൊട്ട് പിറകിലുള്ള പ്രധാനപ്പെട്ട വേദിയിൽ ONV സ്മൃതി എന്ന ആശ്രാമ മൈതാനത്തെ വേദിയിൽ മോഹിനിയാട്ടം ആദ്യം തുടങ്ങിയ മത്സരമാണ്. 11:30 തുടങ്ങി. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ നടക്കുകയാണ്. നാടകം, കഥകളിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഗ്ലാമർ ഇനങ്ങൾ കൂടി ആദ്യ ദിനം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ കലോത്സവത്തിനുണ്ട്. അങ്ങനെ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നു. 24 വേദികളിലായി ഇന്ന് 59 ഇനങ്ങൾ നടക്കാനിരിക്കുന്നു. എപ്പോഴാണ് ഈ മത്സരങ്ങൾ തീരുന്നത് എന്നതൊക്കെ അനുസരിച്ചാകും നേരത്തെ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടുക. മത്സരം അനന്തമായി വൈകുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടാൻ കഴിയുക. പക്ഷേ ജനബാഹുല്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നല്ല ജനപങ്കാളിത്തം കൊല്ലമാണ്, സ്വാഭാവികമാണ്. കൊല്ലമാണ്. കലയെ സ്നേഹിക്കുന്നവരാണ് അങ്ങോട്ടേക്ക് എത്തും. എന്തായാലും അവിടെ കപ്പോ അല്ലെങ്കിൽ പോയിന്റോ ഒന്നും വലിയ പ്രധാനമൊന്നുമല്ല. അങ്ങോട്ടേക്ക് എത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങോട്ടേക്ക് എത്തിയ എല്ലാ മത്സരാർത്ഥികളും ഇതിനോടകം തന്നെ വിജയികളാണ് എന്നൊക്കെ നമുക്ക് പറയാം. ആ കുട്ടികളുടെ ഉള്ളിൽ എ ഗ്രേഡിന് വേണ്ടിയുള്ള ആഗ്രഹം ഇങ്ങനെ എന്താണ് ചങ്കിടിപ്പായി ഉയരുന്ന ഉറപ്പായും ഉണ്ട്. അത് ഉറപ്പായും ഉണ്ടാകും. കാര്യം മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ്. 1ാം സ്ഥാനം നേടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമുക്കിത് പറയാമെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന ആ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ